നമുക്കെല്ലാവർക്കും സന്തോഷത്തിൻ്റെയും നന്ദിയുടെയും സാക്ഷ്യം ഉള്ളിൽ ഞാനിപ്പോൾ ഓർപ്പിച്ചതുപോലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന നന്മകൾ, അനുഗ്രഹങ്ങൾ അതൊക്കെ എല്ലാ വർഷവും ന്യൂ ഇയറിലേക്ക് പ്രവേശിക്കുമ്പോൾ വരുന്നത് സാധാരണമാണ്. പ്രത്യേകിച്ച് ഇപ്പോഴുള്ള വളരെ അൺസർട്ടൻ ആയിട്ടുള്ള ഒരു സമയത്താണ് നമ്മളെല്ലാവരും ഈ ലോകത്തിൽ ജീവിക്കുന്നത്. പാൻഡമിക്, അങ്ങനെയൊക്കെയുള്ള കൊടും ഭീകരത നിറഞ്ഞ വൈറസുകൾ, അപകടങ്ങൾ, അനർത്ഥങ്ങൾ എന്തൊക്കെ സംഭവിക്കാമായിരുന്നു. ഒരു വർഷം കൂടെ നമുക്ക് ലഭിച്ചു എന്നുള്ളത് സത്യമാണ്. നമ്മൾ ആരോഗ്യത്തോടെ ഇവിടെ വന്നിരിക്കുന്നു. നമ്മൾ അതിന് ദൈവത്തിന് സ്തോത്രം ചെയ്തു. അങ്ങനെ ഒരു ഗാനമാണ് ഇപ്പം പാടിയതും. നീ എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ നാഥ, നീ എന്നെ ഓർക്കുവാൻ. ദൈവം നമ്മളെ ഓർത്തു, അതെല്ലാം സത്യമാണ്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ഈ ഒരു ദിവസത്തേക്ക്, അടുത്തൊരു വർഷം ജീവിപ്പാൻ ആവശ്യമായ ഒരു വചനം ഹൃദയത്തിൽ പ്രകാശിപ്പിക്കണമേ കർത്താവേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഈ 13-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങളിലെ ആ ഉപമ എൻ്റെ ഉള്ളിൽ വളരെ ആഴമായി പതിയുകയുണ്ടായി. ദൈവസഭയോട് ആ ഉപമയുടെ ആശയങ്ങൾ, ദൂത് കൈമാറുവാനാണ് ഞാൻ ഇന്നത്തെ ഈ ദിവസം തയ്യാറെടുക്കുന്നത്. അത്തിവൃക്ഷത്തിൻ്റെ ഉപമ നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളതാണ്. ഈ ഫിഗ് ട്രീയുടെ സംഭവങ്ങൾ പ്രത്യേകിച്ച് സുവിശേഷങ്ങളിൽ ഉള്ളത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. മർക്കോസിന്റെ സുവിശേഷത്തിലും മത്തായിലും വേറൊരു അത്തിവൃക്ഷത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 21:18-19 വാക്യത്തിൽ അത് കാണാം. അവിടെയും അത്തിവൃക്ഷമാണ്. മർക്കോസിന്റെ സുവിശേഷം 11:12 മുതലുള്ള വാക്യങ്ങളിലും കാണാം അത്തിവൃക്ഷം. അവിടുത്തെ അത്തിവൃക്ഷത്തിന്റെ ആ ഒരു ലെസൺ എന്താണെന്ന് ചോദിച്ചാൽ, യേശു കർത്താവ് ശിഷ്യന്മാർ നടന്നു പോയപ്പോൾ ഈ തളിർത്ത് നിൽക്കുന്ന അത്തി ദൂരത്ത് നിന്ന് കണ്ട് ഫലമുണ്ടെന്ന് വെച്ച് അങ്ങോട്ട് ചെല്ലുന്നു, ഫലമില്ല. അപ്പോൾ മർക്കോസിന്റെ സുവിശേഷം 11 ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവൻ അതിനോട് ഇനി നിങ്ങൾ നിന്ന് എന്നേക്കും ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അത് ശിഷ്യന്മാര് കേട്ടു. താഴോട്ടുള്ള വാക്യങ്ങളിൽ 21-ാം വാക്യത്തിൽ പത്രോസ് പറയുന്ന, റബി നീ ശപിച്ച അത്തി. പക്ഷെ നമ്മുടെ കുറിവാക്യത്തിന്റെ അത്തിയുടെ സന്ദേശം ഇതല്ല. അത്തിയുടെ സന്ദേശം സുവിശേഷങ്ങളിലെല്ലാം ഉണ്ട്. പക്ഷെ ഒരു വ്യത്യാസം, ലൂക്കോസിന്റെ അത്തിയുടെ വിവരണങ്ങൾക്ക് ഒരു വ്യത്യാസമുണ്ട്. കാരണം ഇവിടെ ശപിക്കുന്നില്ല. മറ്റിടത്ത് പറയുന്നത് നിന്നിൽ നിന്ന് ഇനി ഒരിക്കലും, അതൊരു കേഴ്സിംഗ് ആയിട്ടാണ് കാണുന്നത്. ഇനി ഒരിക്കലും നിങ്ങളിൽ നിന്ന് ഫലം വരരുത്. അത് പറഞ്ഞത് മാത്രമല്ല, അത് ഉണങ്ങിപ്പോകുന്നത് കണ്ടു. പത്രോസ് അത് ഓർക്കുകയും ചെയ്തു. പക്ഷെ നമ്മൾ ഇപ്പോൾ വായിച്ച 13-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങളിൽ ശപിക്കുന്നില്ലല്ലോ, അവിടെ ഉണങ്ങിപ്പോകുന്നില്ലല്ലോ. അപ്പോൾ വ്യത്യസ്തമായ എന്തോ ഒരാശയം ഇതിനകത്തുണ്ടല്ലോ. ഈ ഒരു ഉപമ മനസ്സിലാക്കണമെങ്കിൽ ലൂക്കോസ് പറഞ്ഞു വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. 12-ാമത്തെ അധ്യായം 35 മുതലുള്ള വാക്യങ്ങൾ, അതായത് ഇതിന് മുമ്പുള്ള അധ്യായ വിഭജനങ്ങളും വാക്യ വിഭജനങ്ങളും ഒക്കെ പിന്നീട് വന്നതെന്ന് ക്രമമായിട്ട് ബൈബിൾ പഠിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. 12-ാമത്തെ അധ്യായം 35 മുതലുള്ള വാക്യങ്ങൾ നോക്കിയാൽ അവിടെ പറയുന്നത്, ലൂക്കോസ് പറഞ്ഞു വരുന്നത് യേശു കർത്താവിൻ്റെ വരവിൻ്റെ ഡിലേ, ആ ഡിലേ സംഭവിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത സമയത്ത് യേശു കർത്താവ് വരുന്നത് കൊണ്ട്, വാസ്തവത്തിൽ 12:40 വാക്യം മാത്രം വായിച്ചാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാകും. അവിടെ പറയുന്നത് എങ്ങനെയാ, നിനക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. അതാ പറഞ്ഞു വരുന്നത്. ഒരുങ്ങണം, അലേർട്ടായിരിക്കണം. കാരണം ആ 12:35 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നത്, ഒരാള് ഭവനത്തിന്റെ ഉത്തരവാദിത്വം, ഗ്രഹവിചാരകത്വം ഒരാളെ ഏൽപ്പിച്ചു. ഉണർന്നിരിക്കേണ്ട ആള് ഉണർന്നിരിക്കാതെ വന്നപ്പോൾ, കറക്റ്റ് സമയത്ത് ആഹാരം കൊടുക്കാൻ ഏൽപ്പിച്ചു, പക്ഷെ കൊടുക്കാതിരുന്നപ്പോൾ, അതിനെ സൂചിപ്പിക്കുന്നതാണ് 12:47 വാക്യം കൂടെ നോക്കി. യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ അറിയായിരുന്നു, ഉത്തരവാദിത്വം അറിയായിരുന്നു.
ഗ്രഹത്തിന്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചപ്പോൾ, ഇപ്പൊ നമ്മൾ ഒരാളെ ഭവനത്തിൽ നിർത്തിയാലും നമ്മൾ കുറെ കാര്യങ്ങൾ ഏൽപ്പിക്കത്തില്ല. ഇതൊക്കെ ചെയ്യണം, ഉച്ചയ്ക്ക് മുമ്പ് ഇത് ചെയ്യണം, ഉച്ച കഴിഞ്ഞിട്ട് മറ്റേ കാര്യത്തിലോട്ട് പോയാൽ മതി. പക്ഷെ ഇത് ഏൽപ്പിച്ചിട്ട് യജമാനൻ വരത്തില്ലായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞേ വരത്തുള്ളൂ, ഇങ്ങനെയൊക്കെയുള്ള ധാരണ കൊണ്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം ചെയ്യാതിരിക്കുമ്പോൾ, അതാണ് പറഞ്ഞു വരുന്നത് ലൂക്കോസ്. യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതെയും അവന്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസന് വളരെ അടികൊള്ളുമെന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തങ്ങൾ കൈ വന്നു, പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. ഞാന് നിസ്സംഗതയോടെ, പാസീവായിട്ട്, ലേസി ആയിട്ടിരിക്കുമ്പോ ലൂക്കോസ് പറഞ്ഞു വരികയാണ്, അവൻ അടികൊള്ളും. എന്നിട്ട് അത് മാത്രമല്ല പറയുന്നത്, ഉണർന്നിരിക്കണമെന്ന് മാത്രമല്ല ഇതിനു മുമ്പ് പറയുന്നത്, വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. 12:51 വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്, ഭൂമിയിൽ സമാധാനം നൽകുവാൻ ഞാൻ വന്നിരിക്കുന്നുവെന്ന് തോന്നുന്നുവോ? അല്ലല്ല, ഛിദ്രം വരുത്തുവാൻ അത്രേ ഞാൻ വന്നത്. എന്താ ഇവിടെ പറയുന്നത്? ഉണർന്നിരിക്കണം എന്ന് മാത്രമല്ല, യേശുവിനെ അനുഗമിക്കുന്നതിന് ഒരു ഡിസിഷൻ എടുത്താൽ, യേശു കർത്താവിന്റെ പുറകെ പോകാൻ ഒരു തീരുമാനമെടുത്താൽ അത് വലിയ വിഭജനം ഉണ്ടാക്കും. ഡിസിഷൻ ഡിവൈഡ് ചെയ്യും, ഫാമിലിയിൽ ഡിവിഷൻ ഉണ്ടാക്കും. ചിലപ്പോൾ അപ്പനുമായിട്ട്, അമ്മയുമായിട്ട്, സഹോദരങ്ങളുമായിട്ടുള്ള റാഡിക്കലായിട്ടുള്ള ഒരു കോളാണിത്. യു മേ ലൂസ് സം ഓഫ് യുവർ ഫാമിലി റിലേഷൻ. ഇതൊക്കെ വലിയ കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത്. ഒരുങ്ങിയിരിക്കണം, വില കൊടുക്കാൻ തയ്യാറാകണം. 12:54 വാക്യത്തിൽ മൂന്നാമത്തെ ഒരു കാര്യം പറയുന്നു. എന്താ ലൂക്കോസ് പറഞ്ഞു വരുന്നത്? ലൂക്കോസ് 54 വാക്യത്തിൽ പറയുന്നത്, പിന്നെ അവൻ പുരുഷാരത്തോട് പറഞ്ഞത്, പടിഞ്ഞാറ് നിന്ന് മേഘം പൊങ്ങുന്നത് കാണുമ്പോൾ പെരുമഴ വരുന്നുവെന്ന് നിങ്ങൾ ഉടനെ പറയുന്നു, അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു. പക്ഷെ 57 വാക്യത്തിൽ, എന്നാൽ ഈ കാലത്തെ വിവേചിപ്പാൻ അറിയാത്തത് എങ്ങനെ? എന്താ ലൂക്കോസെ പറയാൻ ശ്രമിക്കുന്നത്? ആൾക്കാരെല്ലാം സാമട്ടില്ല, ആർക്കും ഒരുക്കമില്ല, ആൾക്കാർ വില കൊടുക്കാൻ തയ്യാറല്ല, ആൾക്കാർ വിവേചിക്കുന്നില്ല. തുണി നനയ്ക്കുന്ന സമയത്ത് ആകാശത്തോട് നോക്കി, ഇന്ന് മഴ വരാൻ സാധ്യതയുണ്ട്, അപ്പൊ എല്ലാം കൂടി ഇടണ്ട വാഷിംഗ് മെഷീനിൽ, കുറച്ചിട്ടാ മതി, എടുത്തോണ്ട് ഓടാൻ എളുപ്പമല്ലേ. ഇതെല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ ഒരു വർഷത്തിൽ പ്രവേശിക്കുമ്പോൾ എന്തോ ഒരു കാര്യം വിവേചിക്കാൻ, ഒരു വർഷം കൂടെ വന്നു, അത് വിവേചിക്കാൻ കഴിയുന്നില്ല. തീർന്നില്ല. 58 വാക്യത്തിൽ 4-ാമത്തെ ഒരു കാര്യമുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിയാലേ ഈ ഉപമ മനസ്സിലാക്കാൻ സാധ്യമാകത്തുള്ളൂ. 12:58 ഇങ്ങനെയാ പറയുന്നത്, പ്രതിയോഗിയോട് കൂടെ അധികാരിയുടെ അടുക്കൽ പോകുമ്പോൾ വഴിയിൽ വെച്ച് അവനോട് നിരന്നുകൊള്ളുവാൻ ശ്രമിക്കുക. പക്ഷെ നിരക്കാതെ പോവുക, അധികാരിയുടെ മുമ്പിൽ പോവുക. The call to make sure one's spiritual debt to God is paid. ദൈവത്തോട് നിരന്ന് വേണം മുമ്പോട്ട് പോകാൻ. പക്ഷേ ആൾക്കാർക്ക് നിരക്കാതെ, അധികാരിയുടെ മുമ്പിലോട്ട് നിരക്കാതെ പോയാൽ അവിടെ ചെല്ലുമ്പോൾ എന്തോ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ 12:58-59 പറയുന്നത്, I tell you, you will get out until you have paid the last penny. It's going to be difficult. ഒരുക്കമില്ലാതിരുന്നാൽ, വില കൊടുക്കാൻ തയ്യാറാകാതിരുന്നാൽ, കാലഗതികളെ വിവേചിക്കാതിരുന്നാൽ, പ്രതിയോഗിയോട് നിരപ്പാകാതിരുന്നാൽ, അവസാനം വരുമ്പോൾ വലിയ വില കൊടുക്കേണ്ടി വരും എന്നാ പറയുന്നത്. എന്നിട്ട് 13-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ഉപമയാണ്. പല ഉപമകളും ലൂക്കോസിന്റെ സുവിശേഷത്തിൽ, ഒരു ഉദാഹരണം പറഞ്ഞാൽ 18:9 വാക്യത്തിൽ ഒരു ഉപമ പറയാം. പക്ഷെ അതിന്റെ ഫസ്റ്റ് വേഴ്സിൽ തന്നെ യേശു തന്നെ പറയുക, ഇതിനാണ് ഞാൻ ഇത് പറയുന്നതെന്ന്. ലൂക്കോസ് 18:9 നോക്കിയേ, തങ്ങൾ നീതിമാന്മാരെന്ന് ഉറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെ കുറിച്ച് അവനൊരു ഉപമ പറഞ്ഞത് എന്തെന്നാൽ. അപ്പോൾ ആ ഉപമയുടെ ഉദ്ദേശം എന്താണെന്ന് ആദ്യമേ പറയുക. ധിക്കരിക്കുന്നവരോട്, മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെ കുറിച്ച് അവനൊരു ഉപമ പറഞ്ഞു. പക്ഷെ ഈ ഉപമ എന്തിനാ പറയുന്നത്? 13:6 മുതൽ ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു, നട്ടു വളർത്തിയതായിരുന്നു, ഫലം നോക്കാൻ കൂടെ പോയി. എന്തിനാ ഇത് പറഞ്ഞത്? എന്താ ഇതിന്റെ സന്ദർഭം? ഇതിന്റെ സന്ദർഭം എന്താന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞു വന്ന 4 കൂട്ടം കാര്യങ്ങൾ 12-ാം അധ്യായവുമായിട്ട് ബന്ധമുണ്ട്. ചാപ്റ്റർ 13 വേഴ്സ് 1-5 ആ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റുമായി ഒരുപാട് ബന്ധമുണ്ട്.
നോക്കിയേ 13-ാമത്തെ അധ്യായം 1 മുതൽ 5 വരെ. 6 മുതലാണല്ലോ നമ്മുടെ ഇന്നത്തെ ഈ ഉപമ തുടങ്ങുന്നത്. 13-ാമത്തെ അധ്യായം 1 മുതൽ 5 വരെ, ഇതിന് തൊട്ട് മുമ്പ് കിടക്കുന്ന പാസേജിൽ കാണുന്നത് 2 വാക്യങ്ങൾ ഞാൻ വായിക്കാൻ താല്പര്യപ്പെടുക. അതിനകത്തുനിന്ന് 2-ാമത്തെ വാക്യവും 4-ാമത്തെ വാക്യവും. അതിനവൻ ഉത്തരം പറഞ്ഞത്, ഏതിനുത്തരം പറഞ്ഞു? യേശുവിൻ്റെ അടുക്കൽ കുറച്ചുപേര് ഓടി വന്ന് പറഞ്ഞു, പീലാത്തോസ് ചില ഗലീലക്കാരുടെ ചോര അവരുടെ യാഗങ്ങളോട് കലർത്തിയ വർത്തമാനം. എന്ന് പറഞ്ഞാൽ ഗലീലക്കാരിൽ കുറച്ചുപേര് യാഗത്തിന് പോയ സമയത്ത്, ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കാം, they were going to offer sacrifice, അവിടെ ബ്ലഡ് ഷെഡ് ഉണ്ടായി. അത് പീലാത്തോസ് അവരെ അപമാനിക്കുകയുണ്ടായി, ക്രൂരമായി മർദ്ദിക്കുകയുണ്ടായി. ഈ വാർത്ത വന്ന് യേശുവിനോട് പറയുമ്പോൾ യേശു മറുപടി പറയുക. അതിനവൻ ഉത്തരം പറഞ്ഞത്, ആ ഗലീലക്കാർ അത് അനുഭവിക്കയാൽ, എന്ന് പറഞ്ഞാൽ അവരുടെ രക്തം പോയി, അവരപമാനിക്കപ്പെട്ടു, അവരനുഭവിക്കയാൽ എല്ലാ ഗലീലക്കാരിലും പാപികളായിരുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? അവരെക്കുറിച്ച് ആൾക്കാർ പറയുന്നു, അയ്യോ കഷ്ടമായി പോയി, ആലയത്തിൽ പോയതാണല്ലോ, ആരാധിക്കാൻ പോയതാണല്ലോ, പീലാത്തോസ് നല്ല കാര്യം ചെയ്ത് എന്തോ ഒരു അപമാനം. അപ്പൊ ചോദിക്കുകയാണ്, യേശു ചോദിക്കുക, അതിൻ്റെ അർത്ഥം ഗലീലയിലുള്ള മറ്റെല്ലാവരെ കാട്ടി അവര് പാപികളായിട്ടാണെന്നോ? അതുകൊണ്ടാണോ അവരുടെ രക്തം അവിടെ ഒഴുക്കേണ്ട വന്നത്? അതുകൊണ്ടാണോ അവർക്ക് അപമാനം സഹിക്കേണ്ടി വന്നത്? വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ, രക്തം പോകാത്ത അവര് നല്ലവരായതുകൊണ്ടാണോ രക്തം പോകാഞ്ഞേ? 13-ന്റെ 4-ാമത്തെ വാക്യം കൂടെ നോക്കിയോ. ഒരു ഉദാഹരണം കൂടെ പറയാം. എന്ന് പറഞ്ഞാൽ യേശുവിന് ഈ സന്ദേശം അവരുടെ ഉള്ളിലേക്ക് കയറ്റാൻ വേണ്ടി, അവിടെ രക്തമൊഴുക്കിയവർ കൂടുതൽ പാപികളായതുകൊണ്ടാണോ രക്തമൊഴുക്കിയത്? അല്ലല്ലോ. എന്നിട്ട് പിന്നെയും 4-ാം വാക്യത്തിൽ, അല്ല, ശീലോഹാമിലെ ഗോപുരം വീണ് മരിച്ചുപോയ ആ 18 പേർ യെരുശലേമിൽ പാർക്കുന്ന സകല മനുഷ്യരിലും കുറ്റക്കാരായിരുന്നുവെന്ന് തോന്നുന്നുവോ? 18 പേര് കൊല്ലപ്പെട്ടു, ശീലോഹാമിലെ ഗോപുരം വീണ്. ആൾക്കാർക്കെല്ലാം എന്താ തോന്നിയത്? ആൾക്കാർക്കെല്ലാം തോന്നിയത്, കിട്ടി മോനെ, കിട്ടി, നിന്റെ അനാത്മീകതയ്ക്ക് കിട്ടി, നിന്റെ പാപ സ്വഭാവത്തിന് കിട്ടി. അല്ലെങ്കിൽ എടാ, ചില പറയത്തില്ലേ, ഇതെങ്ങും വീഴാതെ നിന്റെ വണ്ടിയുടെ മേലിൽ വീണല്ലോ, നീ വണ്ടി പാർക്ക് ചെയ്തെടുത്ത് ഈ തേങ്ങ വന്ന് ഗ്ലാസ് വീണല്ലോ, അതിന്റെ അർത്ഥം നിന്നെ വിടത്തില്ല. അതാ ഗോപുരം വീണപ്പോ തോന്നിയത്. 18 പേരുടെ മേൽ ഗോപുരം വീണ് അവർ മരണപ്പെട്ടപ്പോൾ ആൾക്കാർക്ക് തോന്നിയത്, യെരുശലേമിലുള്ളവർക്ക് തോന്നിയത്, എടാ എന്തോ ഇവർക്ക് പ്രശ്നമുണ്ട്. അപ്പൊ കർത്താവ് പിന്നെയും പറയാ, സകല മനുഷ്യരിലും കുറ്റക്കാരായിരുന്നു എന്ന് തോന്നുന്നുവോ? യേശു അവരോട് പറയുന്നത്, അങ്ങനെ ചിന്തിക്കല്ലേ, അങ്ങനെ ചിന്തിക്കല്ലേ. 2022 നമ്മളെ വിട്ട് കടന്നുപോയി. 2023-ന്റെ ആദ്യ ദിവസം നമ്മൾ വന്നിരിക്കുകയാണ്. സാധാരണഗതിയിൽ നമ്മുടെ മനസ്സിൽ വരാവുന്ന ഒരു ചതിവ് എന്താണെന്നറിയാം? Nothing has gone wrong with me last year. എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ. ഒരുപാട് പേര്, അയൽവക്കങ്ങളുള്ളവരൊക്കെ വണ്ടി ഇടിച്ചു, മറ്റുള്ളവർക്ക് രോഗം പിടിച്ചു. കർത്താവിൻ്റെ വലിയ കൃപയാൽ, നമ്മള് മുമ്പേ പാടിയതുപോലെ, ഇത്രത്തോളം എന്നെ കൊണ്ടുവരുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ, അല്ലെങ്കിൽ ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, എൻ്റെ മേൽ ഈ ഗോപുരമൊന്നും വീണില്ലല്ലോ, എൻ്റെ രക്തമൊന്നും പോയില്ലല്ലോ, കർത്താവ് എന്നെ സൂക്ഷിച്ചല്ലോ. പക്ഷേ കർത്താവ് പറയുന്നത്, ഇതിൻ്റെ അർത്ഥം, നീ സൂക്ഷിക്കപ്പെട്ടതിൻ്റെ അർത്ഥം നിനക്ക് പാപം കുറവാണെന്നാണോ? നീ സൂക്ഷിക്കപ്പെട്ടതിൻ്റെ അർത്ഥം, നിന്റെ മേൽ ഈ ഗോപുരം വീഴാഞ്ഞതിൻ്റെ അർത്ഥം അവരെക്കാട്ടിൽ നമ്മൾ ഇച്ചിരി കേമനായതുകൊണ്ടാണോ? അതാണ് ഇതിന്റെ സന്ദർഭം. എന്നിട്ടാണ് പറയുന്നത്, then he told this parable. അത് കഴിഞ്ഞിട്ടാണ് യേശു ഈ ഉപമ അവരോട് പറയുന്നത്. ശ്രദ്ധിച്ചു നോക്കണം, എന്താ ഇവിടെ കർത്താവ് പറയുന്നതിൻ്റെ ആ എസൻസ് എന്താണ്? ഈ ഉപമയൊന്ന് മനസ്സിലാക്കേണ്ടത് ഏതിൻ്റെ പശ്ചാത്തലത്തിലാണ്? കർത്താവ് പറഞ്ഞു വരുന്നത് 13-ന്റെ 3-ലും 5-ലും ഒരുപോലെ പറയുന്നു, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഒന്നും പറ്റാത്തത് കൊണ്ട്, ഒരു പ്രശ്നവും വരാത്തത് കൊണ്ട് ഞങ്ങളിപ്പോൾ സെറ്റിൽ ചെയ്ത് സന്തോഷമായിട്ട് ജീവിക്കുകയാണ്, ഒരു കുഴപ്പമില്ല. അപ്പോഴാ 13-ന്റെ 3-ൽ, അല്ലല്ല,
മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. എന്നിട്ട് 5-ാമത്തെ വാക്യത്തിൽ അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും, ശിലോമിലെ ഗോപുരത്തിന്റെ കാര്യം പറഞ്ഞിട്ട് പറയുക, ചിന്തിക്കല്ല് 18 പേര് നിങ്ങളെക്കാട്ടി പാപം കൂടിയവരാണെന്ന്. ദിസ് ഇസ് യുവർ ഫേറ്റ് ഇഫ് യു ഡോണ്ട് റിപ്പന്റ്. കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതാണ്, മാനസാന്തരപ്പെടണം. ഈ 2023 ആദ്യ ദിവസം, കർത്തൃ ദിവസത്തിൽ എനിക്ക് ഉച്ചത്തിൽ വിളിച്ചു പറയാനുള്ളത്, മാനസാന്തരപ്പെടാൻ വേണ്ടി ഈ വർഷം കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. എനിക്കൊന്നും പറ്റിയില്ല എന്നുള്ള സാക്ഷ്യമല്ല, എനിക്ക് ബൈബിൾ അറിയാം എന്നുള്ള സാക്ഷ്യമല്ല, ഐ അറ്റൻഡ് പ്രേയർ മീറ്റിംഗ്സ് എന്നുള്ള സാക്ഷ്യമല്ല, എൻ്റെ രോഗം സൗഖ്യമായി അതുകൊണ്ട് എന്താ എൻ്റെ പാപം കുറവാണെന്നാണോ കാണിക്കുന്നത്? അല്ല, മാനസാന്തരപ്പെടുവാൻ വേണ്ടി ഒരവസരം കൂടെ ദൈവം നൽകി നമ്മളെ ഈ ദേശത്തിൽ ശേഷിപ്പിച്ചിരിക്കുക എന്ന് വേണം മനസ്സിലാക്കാൻ. വി ഗോട്ട് വൺ മോർ ചാൻസ്, വൺ മോർ ഇയർ. എന്തിനാ ഈ വൺ മോർ ഇയർ? ടു റിപ്പന്റ്. മാനസാന്തരപ്പെടാൻ ഒരവസരം കൂടെ നൽകിയിരിക്കുകയാണ്. അങ്ങനെ ഈ വർഷത്തെ കാണുക. ഈ പറയുന്നത് 13:3 മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾ നശിച്ചു പോകും. 5 പറയുന്നത് നശിച്ചു പോകും എന്ന് പറഞ്ഞാൽ എന്താ? നശിച്ചു പോവാന്ന് പറഞ്ഞാൽ ഈ ഗോപുരം വീണതുപോലെ 2023 എന്തെങ്കിലും പറ്റി ഞാൻ മരണപ്പെടുമെന്നാണോ? അവിടെ വാസ്തവത്തിൽ സൂക്ഷിച്ചു നോക്കിയാൽ നശിക്കും എന്നുള്ള പദം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പല ആവർത്തി 9:24 മുതൽ 25 വരെ ഉണ്ട്. സമയക്കുറവുകൊണ്ട് വായിക്കുന്നില്ല. 17-ാം അധ്യായം 27-ാം വാക്യത്തിലുണ്ട്. 17-ാമത്തെ അധ്യായം തന്നെ 33-ാമത്തെ വാക്യത്തിലുണ്ട്. നശിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? പെറിഷ് എന്ന് പറഞ്ഞാൽ അത് കാണിക്കുന്നത് കമ്മിങ് അണ്ടർ ഗോഡ്സ് ജഡ്ജ്മെന്റ്, ദൈവത്തിന്റെ വിധിയിൽ വന്ന് ഒരു ഇറ്റേണൽ സെപ്പറേഷനെ. അതിനകത്ത് ചിലപ്പോൾ രോഗം വരുമോ അറിയത്തില്ല, പെട്ടെന്നുള്ള മരണം വരുമോ, ഗോപുരം വീണത് അറിയത്തില്ല. പക്ഷെ അൾട്ടിമേറ്റ്ലി, കാരണം ഒരു ഇമ്മീഡിയറ്റ് ഡെത്താണ് അവിടെ ഉദ്ദേശിക്കുന്നതെങ്കിൽ എല്ലാവരും മരിക്കുമല്ലോ. ന്യായമായി നീതിയോടെ ജീവിക്കുന്നവരും മരിക്കും, അനീതിയോടെ ജീവിക്കുന്നവരും മരിക്കും, മാനസാന്തരപ്പെടുന്നവരും മരിക്കും, മാനസാന്തരപ്പെടാത്തവരും മരിക്കും. അപ്പൊ യേശു അവിടെ പറയുന്നത് നിങ്ങൾ നശിച്ചു പോകുമെന്ന് പറയുന്നത്. ഇപ്പൊ കുട്ടപ്പനായിട്ട് സ്പ്രേയും അടിച്ച് ഷർട്ടും ഇട്ടുകൊണ്ട് നടന്നോ, എനിക്കൊന്നും പറ്റിയില്ല, ഞാൻ ഇന്നിടത്താണ് പോകുന്നത്, എൻ്റെ ബിസിനസ് ഒക്കെ ഞാൻ അങ്ങ് മേളോട്ട് കയറിക്കൊണ്ടിരിക്കുക. പക്ഷേ യു ആർ ലുക്കിംഗ് അഹെഡ് ടു ഫേസ് എ ജഡ്ജ്. മുമ്പിൽ ഒരാൾ നിപ്പുണ്ട്. അവിടെ ഇറ്റേണൽ സെപ്പറേഷനിലേക്ക്, നശിച്ചു പോകുന്ന പെറിഷിംഗ് അനുഭവത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ബെറ്റർ റിപ്പന്റ് എന്നാ പറയുന്നത്. 13-ാമത്തെ അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യവും ശ്രദ്ധിക്കണം. ഇത് എത്ര ഗൗരവമുള്ള കാര്യമാണ്. 13:7 അതിനെ വെട്ടിക്കളക. എന്താ വെട്ടിക്കളക എന്ന് പറഞ്ഞാൽ? അതിനെ കൊലപ്പെടുത്തുക എന്നാണോ? ആളങ്ങ് തീരട്ടെ എന്നാണോ? അല്ല. കാരണം 3:9 ഇതേ പരാമർശമുണ്ട്. വെട്ടിക്കളക എന്ന് പറഞ്ഞാൽ ലൂക്കോസിന്റെ സുവിശേഷം 3:9 പറയുന്നത്, ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിന്ന് കോടാലി വെച്ചിരിക്കുന്നു, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയുക എന്ന് പറഞ്ഞാൽ ആള് കൊലപ്പെടുക എന്നല്ല. there is going to be a judgment awaiting you എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഒന്നും പറ്റത്തില്ല, എല്ലാം നല്ലതായിട്ട് പോകുന്നു. വീട് പണിയാൻ ഉദ്ദേശിക്കുന്നു, വീട് പണിയുന്നു. കാറ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നു, കാറ് വാങ്ങിക്കുന്നു. രോഗത്തിൽ നിന്ന് സൗഖ്യം വരുന്നു. ഇതെല്ലാം കാണിക്കുന്നത് റിപ്പന്റൻസിന്റെ ഫ്രൂട്ട് അല്ല. ഇതെല്ലാം കാണിക്കുന്നത് ഐ ആം ഗെറ്റിംഗ് ചാൻസ് ടു റിപ്പന്റ്. ഒരവസരം കൂടെ മാനസാന്തരപ്പെടാൻ ദൈവം സ്പെയർ ചെയ്തിരിക്കുന്നു എന്നാണ്. എന്നിട്ട് നോക്കിയേ, ആ 7-ാം അധ്യായം 19 ഈ പദം തന്നെയുണ്ട്. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടണം എന്ന് പറഞ്ഞാൽ, വെട്ടി തീയിലിടുക എന്ന് പറഞ്ഞാൽ ഗോപുരം വീഴുന്ന പോലെ അല്ല, അവസാനത്തെ വെട്ടി തീയിലിടുന്ന അനുഭവം. ഇന്ന് നല്ല കുട്ടപ്പനായി ജീവിച്ചിട്ട് 1 വർഷം കൂടെ കർത്താവ് എനിക്ക് നൽകിയെന്ന സാക്ഷ്യം പറഞ്ഞിട്ട് അവസാനം വെട്ടിക്കളയുന്ന അനുഭവം. നോക്കിയേ, നമുക്ക് ശ്രദ്ധിച്ച് ഈ പാസേജിലേക്ക് ഒന്ന് നോക്കാം. 13:6 വാക്യം നിങ്ങൾ ഒരാൾക്ക് ശബ്ദമെടുത്ത് വായിക്കാമോ? 13:6. അവൻ ഈ ഉപമയും പറഞ്ഞു, ഒരുത്തന് തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്നൊരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. അപ്പം നോക്കിയേ, മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം. അത് തന്നെ
ചിലപ്പോൾ ഒരു മനസ്സിലാക്കാൻ പ്രയാസം, മുന്തിരിത്തോട്ടത്തിൽ എന്തിനാ അത്തിവൃക്ഷം? മുന്തിരിത്തോട്ടത്തിൽ എന്താ അത്തിയുമായിട്ട് ബന്ധം? പഴയ നിയമത്തിൽ 1 അല്ല 2 അല്ല 3 അല്ല, അനേക പാസേജുകളിൽ മുന്തിരിയും അത്തിയും ഒരുമിച്ച് വരുന്നത് കാണാം. മീഖ പ്രവാചകൻ 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, അവർ ഓരോരുത്തൻ താൻ്റെ മുന്തിരിവള്ളിയുടെ കീഴിലും അത്തിവൃക്ഷത്തിന്റെ കീഴിലും പാർക്കും. മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും സൂചിപ്പിക്കുന്നത് ബ്ലെസ്സിങ്, അബണ്ടൻസ്. അത് ഒരുമിച്ച് വരുന്ന ഒരു വാക്യമാണ് മീഖ 4:4. മീഖ പ്രവാചകന്റെ പുസ്തകം തന്നെ 7-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ, അത് ഞാൻ വായിക്കാൻ താല്പര്യപ്പെടുകയാണ്. എനിക്ക് അയ്യോ കഷ്ടം, പഴം പറിച്ച ശേഷം എന്ന പോലെയും മുന്തിരിപ്പഴം പറിച്ച ശേഷം കാല പെറുക്കുന്നത് പോലെയും ഞാനായല്ലോ. തിന്മാൻ ഒരു മുന്തിരിക്കൊലയും ഇല്ല, ഞാൻ കൊതിക്കുന്ന അത്തിയുടെ തലപ്പഴവുമില്ല. അത് അവർക്കുണ്ടായ ഡിസൊബീഡിയൻസ് നിമിത്തം. മുന്തിരി പക്ഷേ മുന്തിരിങ്ങ ഇല്ല, അത്തി പക്ഷേ അത്തിയുടെ വൃക്ഷമില്ലല്ലോ. ഇത് നേരത്തെ പറഞ്ഞു ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ. അപ്പൊ ഈ മുന്തിരിത്തോട്ടത്തിൽ അത്തി നട്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു പുതിയ കാര്യമല്ല. മീഖ പ്രവാചകൻ പറഞ്ഞു, യിരെമ്യാ പ്രവാചകനും 8-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ മുന്തിരിപ്പഴം ഉണ്ടാകുകയില്ല. അടുത്ത വാക്ക്, അത്തിവൃക്ഷത്തിൽ അത്തിപ്പഴം ഉണ്ടാകുകയില്ല. മുന്തിരി അത്തി കോമ്പിനേഷൻ യേശു പുതുതായിട്ട് പറയുന്നതല്ല, എന്തെങ്കിലും കൺമുമ്പിൽ കണ്ടതുകൊണ്ട് പറയുകയല്ല. there is an Old Testament background. പീപ്പിൾ ഓഫ് ഗോഡ്, ഇസ്രായേൽ, ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ സ്വന്തം ജനം, അവരെ സൂചിപ്പിക്കുന്ന പരാമർശങ്ങളാണ് മുന്തിരിത്തോട്ടം, അത്തി, ഈ കോമ്പിനേഷൻ. എന്നിട്ട് നോക്കണം, ഇവിടെ പറയുന്ന 8-ന്റെ 6-ാമത്തെ വാക്യത്തിൽ ഒന്ന് അടുത്ത് ചിന്തിക്കുമ്പോൾ, അവിടെ ഒരുത്തന് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ, ഇവിടെ 2 പേരുണ്ട്. ഈ ഒരുത്തന് എന്ന് പറയുന്നത് ഇതിന്റെ ഓണറാണ്. ഈ മുന്തിരിത്തോട്ടത്തിന്റെ ഓണർ ഒരാൾ ഇവിടെ ഉണ്ട്. 7-ാമത്തെ വാക്യത്തിൽ 2-ാമത്തെ ഒരാളുണ്ട്. കണ്ടുപിടിച്ചോ അത് ആരാണെന്ന്? ഈ ഉപമയിലെ 2-ാമത്തെ ആള് തോട്ടക്കാരൻ. തോട്ടക്കാരനുമുണ്ട്, ഉടമസ്ഥനുമുണ്ട്. 6-ാം വാക്യത്തിലെ ആ ഓണർ പറയുന്നത് ഒരുത്തന് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്നൊരു, അതെന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു. ഇത് നട്ട അത്തിയാണ്, ഇത് കിളിർത്തു വന്നതല്ല, വെറുതെ കിളിർത്തു വന്നതല്ല. ഇത് പ്ലാന്റഡ് ആയിട്ടുള്ള, കറക്റ്റായ ലിറ്ററൽ പരിഭാഷ, ഒരു ഇംഗ്ലീഷ് പരിഭാഷയിൽ വായിച്ചാൽ, എ സർട്ടൻ ഫെലോ ഹാഡ് എ ഫിഗ് ട്രീ പ്ലാന്റഡ് ഇൻ ഹിസ് വിനയാർഡ്. ഇറ്റ് വാസ് നോട്ട് ജസ്റ്റ് ഗ്രോയിങ്. ചിലപ്പോൾ നമ്മൾ ഈ കൃഷി ചെയ്യുന്ന സമയത്ത് വാഴയുടെ ഒക്കെ ഇടയിൽ ചിലപ്പോൾ നേരത്തെ എങ്ങാനും കിടന്ന ഒരു കപ്പത്തണ്ടിൽ നിന്ന് കപ്പ കിളുത്ത് വരുമ്പോൾ നിൽക്കട്ടെ കളയണ്ട, കിട്ടട്ടെ. അങ്ങനല്ല ഇത്. ഇവിടെ 13-ന്റെ 6-ൽ പറയുന്നത് മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം, വളരെ പ്രതീക്ഷയോടെ വാങ്ങി കിളച്ച് കുഴിച്ച് നട്ടുവെച്ച, പ്ലാന്റ് ചെയ്ത. അത് മാത്രമല്ല, എന്തിനാ ഈ മുന്തിരിത്തോട്ടത്തിനകത്ത് അത്തിവൃക്ഷം? അതിനൊരു ഉദ്ദേശമുണ്ട്. പ്ലിനി എന്ന് പറഞ്ഞ ഒരു റോമൻ എഴുത്തുകാരൻ ഇങ്ങനെയാ പറയുന്നത്, ചോയ്സ് വൈൻസ്, നല്ല മുന്തിരിക്കൊല കിട്ടണമെങ്കിൽ that is made from the grapes at the top of trees. മരത്തിന്റെ മേളിൽ ഈ വള്ളി കേറി പടർന്ന് അവിടെ ഉണ്ടാകുന്ന മുന്തിരി കൊലകളാണ്, അതിൽ നിന്നാണ് ബെസ്റ്റ് വൈൻ കിട്ടുന്നത്. എന്താണെന്നറിയാമോ ഈ അത്തിവൃക്ഷത്തിന്റെ ഉദ്ദേശം? മുന്തിരിത്തോട്ടത്തിനകത്തൊരു അത്തിവൃക്ഷം നട്ടുവെച്ചു. അതിന്റെ ഉദ്ദേശം എന്താന്ന് ചോദിച്ചാൽ, ഈ മുന്തിരി വള്ളി അവിത്തെ കയറണം, ഈ വൃക്ഷത്തിൽ കയറി ഇതിൻ്റെ മേളിലൊക്കെ ചെന്ന് ആ സൂര്യപ്രകാശമൊക്കെ അടിച്ച് വെള്ളമൊക്കെ കിട്ടി ആ അത്തിയുടെ മേളിൽ നിന്ന് ഈ മുന്തിരി ഇങ്ങനെ വള്ളിയിൽ കൊലച്ച് അബണ്ടൻസ് ആയിട്ട് കിടക്കും. അതുകൊണ്ടാണ് മുന്തിരിത്തോട്ടത്തിൽ ഒരത്തി നട്ടുവെച്ചതായിട്ട് നമ്മൾ വായിക്കാൻ കഴിയുന്നത്. അപ്പൊ ഞാൻ ചിന്തിക്കുകയാണ്, ഈ അത്തിയോട് നമ്മൾ ചോദിക്കുകയാണ്, ഈ അത്തിവൃക്ഷത്തിന് ഒരു സാക്ഷ്യം പറയാൻ ഒരു അവസരം, 31st നൈറ്റിന് അത്തിവൃക്ഷത്തിന് സാക്ഷ്യം പറയാൻ ഒരു അവസരം കൊടുത്താൽ ഏത് പാട്ട് പാടിക്കൊണ്ടായിരിക്കും വരാൻ സാധ്യത? നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ, ഇത്രത്തോളം എന്നെ കൊണ്ടുവരുവാൻ ഞാൻ എന്തുള്ളൂ കർത്താവേ. അത്തിവൃക്ഷം മുമ്പിലോട്ട് വരും.
അത്തിവൃക്ഷം പറയും, യോ ഞാൻ ഏതെങ്കിലും നഴ്സറി കിടന്ന് അവിടെങ്ങാണം കാട് കെട്ടി ആരെങ്കിലും നോക്കാതെ ആരും എന്നെ വാങ്ങിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ അവിടെ കിടന്ന് ഈ വെയിലെല്ലാം അടിച്ചു പോയേനെ. പക്ഷെ കർത്താവ് എന്നെ കണ്ടു, ആ നഴ്സറിയിൽ നിന്ന് ഈ അത്തിയെ വാങ്ങിച്ചത് മാത്രമല്ല, നല്ലൊരു തോട്ടക്കാരന്റെ കയ്യിൽ കെട്ടിയടച്ച ഒരു തോട്ടം, അതിനകത്ത് എന്നെ കൊണ്ട് നട്ടു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ സാക്ഷ്യം എന്താ? ഇതുപോലെ തോന്നത്തില്ലേ? ആ അത്തി ഫ്രണ്ടിലോട്ട് വന്ന സാക്ഷ്യം പറയുന്ന പോലെ, ഒരു കണ്ണിനും ദയ തോന്നാതിരുന്ന സ്ഥാനത്ത് നിന്ന് കർത്താവ് എന്നെ വിലയ്ക്ക് വാങ്ങിച്ചു, എന്നെ വീണ്ടെടുത്തു, ദൈവസഭയിൽ കൊണ്ട് നട്ടുവെച്ചു. ഇതൊക്കെയല്ലേ നമ്മുടെ സാക്ഷ്യവും? കഴിഞ്ഞ ദിവസം എസ്കേൽ പ്രവാചന പുസ്തകം 16-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ട ഒരു കാര്യമുണ്ട്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ദൈവം പറയുന്നത് ഇങ്ങനെയാണ്. ഇസ്രായേലിനെ കുറിച്ച് പറയുന്നത് അതിന്റെ 2-ാമത്തെ വാക്യം മുതൽ, ഒരു കൊച്ചു കുഞ്ഞായി ചോരയിൽ പൊതിഞ്ഞു കിടന്ന ഒരു കുഞ്ഞ്, വഴി സൈഡിൽ കിടന്ന കുഞ്ഞ്, പൊക്കിൾക്കൊടി മുറിക്കാത്ത കുഞ്ഞ്, എണ്ണ തേക്കാത്ത, ഉപ്പ് തേക്കാത്ത ആ കുഞ്ഞ്, ആർക്കും അതിനോട് ദയ തോന്നിയില്ല. ഇസ്രായേലിനെ കുറിച്ച് ദൈവം പറയുകയാണ്, അങ്ങനെയായിരുന്നു ഇസ്രായേലെ നീ. അംഗബലത്തിൽ ചുരുക്കം, സൗന്ദര്യമില്ല, ആഡംബരമില്ല, വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു കുഞ്ഞു പോലെ ഇസ്രായേൽ കിടക്കുന്നു. പക്ഷേ ദൈവം പറയുക, ഞാൻ അതുവഴി നടന്നപ്പോൾ ഐ കുഡ് നോട്ട് പാസ് ബൈ, എനിക്ക് മുമ്പോട്ട് പോകാൻ ഒത്തില്ല. ഞാൻ നിന്ന് ഈ ചോര കുഞ്ഞിനെ കയ്യിലെടുത്ത് അതിനെ കുളിപ്പിച്ച് അതിൻ്റെ രക്തം കഴുകിക്കളഞ്ഞ് അതിനൊരു ഉടുപ്പിട്ട് കൊടുത്ത് അതിനെ എണ്ണ പൂശി ഒരു നല്ല മണവാട്ടിയായി വളർത്തിക്കൊണ്ട് വന്ന കഥ നമ്മുടെ എല്ലാവരുടെയും ചരിത്രം. ഇപ്പൊ നമ്മളൊരു സാക്ഷ്യവും കേട്ടല്ലോ. ഇതല്ലേ ചരിത്രം? ഒരു കണ്ണിനും ദയ തോന്നാതിരുന്ന സ്ഥാനത്ത് നിന്ന് സുവിശേഷത്താൽ ദൈവം നമ്മളെ രക്ഷിച്ചു, നമ്മളെ വീണ്ടും ജനിപ്പിച്ചു. ഈ രക്ഷയുടെ സന്തോഷം നമ്മുടെ ഉള്ളിൽ തന്നു. ആ രക്ഷയുടെ സന്തോഷം ഉള്ളിലുള്ളവർ കൈ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്യാമോ? അതുകൊണ്ടല്ലേ ഇന്നത്തെ ദിവസം ഇവിടെ വന്നത്. ചടങ്ങിന്റെ ആരാധനകൾ വിട്ട് ഞായറാഴ്ച എന്തെങ്കിലും ഒരു ഇതിനു വേണ്ടി പള്ളിയിൽ പോകും, അവിടെ നിൽക്കും, കുരിശ് വരയ്ക്കും, തിരിച്ചു വരും. അതിനപ്പുറമായി ഒരു ബന്ധമില്ലാതിരുന്ന നമ്മളെ വചനത്താൽ വീണ്ടും ജനിപ്പിച്ച് നമ്മുടെ ഉൾ മനുഷ്യനെ തുറന്ന് ദൈവവചനത്തിന്റെ ചിന്തകളിലേക്ക് കൊണ്ടുവന്ന് വചനത്തിൽ സന്തോഷിക്കുവാൻ, വചനത്തിൽ രസിക്കുവാൻ, ഉപവസിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ആരാധിക്കുവാൻ, ഇതെല്ലാം അത്തിയെ പോലെ ദൈവം നമ്മളെ ചെത്തിയെടുത്ത് പ്ലാൻ ചെയ്തതല്ലേ? 2022 ഒരു അത്തിയെ സൂക്ഷിക്കുന്നത് പോലെ വേല് കെട്ടി നമ്മളെ സൂക്ഷിച്ച് നല്ല വളമൊക്കെ ഇട്ട് തന്ന് ഇത് വളരും, ഇത് വളരും, ഇത് നല്ലതായി ഫലം കായ്ക്കും എന്ന് ചിന്തിച്ച ഒരു ഉടമസ്ഥനും ഇതിനെ പരിപോഷിപ്പിച്ച ഒരു തോട്ടക്കാരനും ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. അപ്പോ ഈ അത്തിയോട് സാക്ഷ്യം പറയാൻ ചോദിച്ചാൽ അതുകൊണ്ട് തീരത്തില്ല. അത്തി പറയും, നഴ്സറിയിൽ നിന്ന് എന്നെ വാങ്ങിച്ചു, എന്നെ നട്ടു, ഇതൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് പറയും, നിങ്ങൾക്കറിയാമോ, എൻ്റെ മേളിൽ ഒരു സൈഡിൽ കൂടെ ഒരു വള്ളി കയറിയിട്ടുണ്ട്, ഒരു വശത്തൂടെ വേറൊരു മുന്തിരി വള്ളി കയറിയിട്ടുണ്ട്, എൻ്റെ ഈ ബ്രാഞ്ചിൽ നല്ല കൊല ഇങ്ങോട്ട് കിടക്കുന്നു, എൻ്റെ ഈ ബ്രാഞ്ച് നല്ല കൊല എന്ന് പറഞ്ഞാൽ എന്നെ ഒന്ന് കണ്ടാൽ ദൈവസഭയ്ക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ഞാൻ ചെയ്തു കൊടുക്കുന്നതെന്ന് അറിയാമോ? മറ്റുള്ളവർ ഈ മുന്തിരിക്കൊല അത്തിയുടെ മേൽ പടന്ന് കയറി, അവർക്കൊരു പക്ഷേ അത്തിക്ക് സാക്ഷ്യം പറയാനുള്ളത്, ഞാൻ എത്ര പേർക്ക് ലിഫ്റ്റ് കൊടുക്കുന്നു എന്നറിയാമോ, ഞാൻ എത്ര പൈസ കൊടുക്കുന്നു എന്നറിയാമോ, ഈ മുന്തിരിക്കൊലകളെ എല്ലാം ഞാനല്ലേ പിടിച്ചു നിർത്തിയിരിക്കുന്നത്, ഐ ആം യൂസ്ഫുൾ. പക്ഷേ ഉടമസ്ഥൻ പറയുക, നോ, ഇതെല്ലാം ഒരു വശത്തിരിക്കുക. പൈസ കൊടുക്കുന്നത് ഒരു വശത്ത്, സഹായം ചെയ്യുന്നത് ഒരു വശത്ത്, ലിഫ്റ്റ് കൊടുക്കുന്നത് ഒരു വശത്ത്, എന്തെങ്കിലും കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്നത് അത്തിയുടെ മേൽ മുന്തിരിവള്ളി കയറിയതുപോലെ. യെസ്, ആ മുന്തിരിവള്ളി കയറി പടർന്ന് കിടക്കുന്നു എന്നുള്ളത് ശരിയാ. പക്ഷേ ഈ അത്തി അവിടെ നട്ടതിന് ഒരേ ഒരു ഉദ്ദേശമേ ഉള്ളൂ, അതിൽ നിന്ന് ഫലം വരണം, അതിൽ നിന്ന് ഉദ്ദേശിച്ച ഫലം വരണം. എന്നിട്ട് പറയുക, ഈ 13-ാമത്തെ അധ്യായം ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ആ ഓണർ എപ്പോഴും വന്ന് ഹി വെന്റ് ഔട്ട്, 6-ാമത്തെ വാക്യത്തിൽ വെന്റ് ടു ലുക്ക് ഫോർ ഫ്രൂട്ട്, അടുത്ത് വന്ന് നോക്കുക. എല്ലാ പ്രാവശ്യവും അവൻ അതിൻ്റെ ഫലം തിരഞ്ഞു വന്നു എന്നാ പറയുന്നത്.
അല്ലാതെ പോകുന്ന പോക്കിനങ്ങല്ല, അവൻ തിരയുകയാണ്. 2022 തിരയുകയായിരുന്നു. എന്തിയെ? വേർ ഇസ് എ ഫ്രൂട്ട്? തിരയുക. അത്തിവൃക്ഷത്തെ പറ്റി പഠിക്കുമ്പോൾ ഒരു വർഷത്തിൽ 2 പ്രാവശ്യമാണ് വിളവെടുപ്പിന് സാധ്യത. ഒരു ഏർലി സമ്മറിൽ, വേനൽക്കാലത്ത് ഫസ്റ്റ് ഫ്രൂട്ട് വരും. അത് കഴിഞ്ഞിട്ട് ഓട്ടം, ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോൾ രണ്ടാമത്തെ ഫ്രൂട്ട് വരും. 2 പ്രാവശ്യം അത്തി ഒരു വർഷത്തിൽ കായ്ക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്ന അനുസരിച്ച് അവൻ അതിൽ ഫലം തിരയുന്നു എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ വേനൽക്കാലത്ത് വന്ന് നോക്കി, ഉണ്ടോ? വല്ലതും ഉണ്ടോ? വേനൽക്കാലത്തില്ല. എന്നാൽ ഇനി ഓട്ടം, സെപ്റ്റംബർ, ഓഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോൾ കാണും, അതിലുമില്ല. കോൺസ്റ്റന്റ്ലി ഒരു കാര്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം പ്രിയ ദൈവമക്കളെ, എല്ലാ ഞായറാഴ്ചയും വന്നു പോകാം, പക്ഷെ നമ്മളിൽ കോൺസ്റ്റന്റായി ഫലം തിരയുന്ന ഒരു ഉടമസ്ഥൻ ഉണ്ട് എന്ന് ഈ വർഷത്തിന്റെ ആദ്യ ദിവസം ഞാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തട്ടെ. നമുക്ക് എന്തെല്ലാം പ്രിവിലേജസ് ഉണ്ട് എന്നല്ല, വേർ ഇസ് ദ ഫ്രൂട്ട്? ഒരു ദിവസം നോക്കി കണ്ടില്ല, എന്നാ വിട്ടേക്കാവുന്നല്ല, തിരയുക, പിന്നെ വരിക. എന്തിയെ? കാണുമോ? ഇന്ന് കാണുമോ? ആ അലർട്ട്നെസ് കാണുമോ? ആ വില കൊടുക്കുന്ന അനുഭവം കാണുമോ? ആ വിവേചന വരം, കാലഗതികളെ തിരിച്ചറിഞ്ഞ് തീരുമാനമെടുക്കുന്ന അനുഭവം ഈ വ്യക്തിയിൽ കാണുമോ? തിരയുക. വേർ ഇസ് ദ ഫ്രൂട്ട്? വേർ ഇസ് ദ ഫ്രൂട്ട്? ന്യൂ ലൈഫ് അസംബ്ലി ഓഫ് ഗോഡ് സഭയിലെ ദൈവജനമേ, ഓൺലൈനിൽ കേൾക്കുന്നവരെ, തിരയുന്ന ഒരു ഉടമസ്ഥൻ ഉണ്ട് ഈ 2023. നമ്മൾ ജീവനോടിരിക്കുന്നത് നമ്മുടെ വിശേഷത കൊണ്ടല്ല. നമ്മൾക്ക് എന്തെങ്കിലും ഭവിക്കാഞ്ഞത് എൻ്റെ കയ്യിൽ പാപമില്ലാത്തത് കൊണ്ടല്ല. ആ തിങ്കിങ് തെറ്റാണ്. പാൻഡമിക് പിടിച്ച അവര്, എന്നാലും കർത്താവ് എന്നെ സൂക്ഷിച്ചല്ലോ. എന്നെ സൂക്ഷിച്ചത് എൻ്റെ എന്തെങ്കിലും മിടുക്കൊണ്ടല്ല, ഇതിനെ വേലി കെട്ടി നിൽക്കുക. ഇപ്പൊ വരും ഫ്രൂട്ട്, ഇപ്പൊ വരും. ഫലം തിരയുന്ന ഒരു ഉടമസ്ഥൻ. എന്നിട്ട് നോക്കണം, അവിടെ 7-ാമത്തെ വാക്യം കൂടെ ഒന്ന് നോക്കിയേ. 7-ാമത്തെ വാക്യം, അവൻ തോട്ടക്കാരനോട്, ഈ ഉടമസ്ഥൻ, ഇതിനെ പ്ലാൻ ചെയ്ത ഉടമസ്ഥൻ, വലിയ പ്രതീക്ഷയോടെ, വള്ളിയൊക്കെ കയറിക്കിടപ്പുണ്ട്, പക്ഷേ എന്ത് ചെയ്യും? വേർ ഇസ് എ ഫ്രൂട്ട്? തിരയുന്ന ഉടമസ്ഥൻ. 13:7 അവൻ തോട്ടക്കാരനോട്, ഞാനിപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ലാതാനും. അത് വലിയൊരു കാര്യമാണല്ലോ. ഒരു വർഷത്തിൽ 2 പ്രാവശ്യം കായ്ക്കാൻ സാധ്യതയുള്ളതിനെ ഉടമസ്ഥൻ പറയുന്നത്, തോട്ടക്കാരാ, നീ ശ്രദ്ധിച്ചോ ഇല്ലയോ എന്നറിയത്തില്ല, നീ എല്ലാ ദിവസവും പോയി വെള്ളം ഒഴിക്കുന്നുണ്ട്, മാനുവറൊക്കെ ഇടുന്നുണ്ട്, പക്ഷെ ഐ വാസ് ലുക്കിംഗ്, തിരഞ്ഞുകൊണ്ടിരിക്കുക. 3 വർഷമായിട്ട് തിരഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ, ഈ അത്തിവൃക്ഷം ഇപ്പൊ എത്ര വർഷമായി കാണും? 3 വർഷമായിട്ട് തിരഞ്ഞുകൊണ്ടിരിക്കുക. ലേവ്യ പുസ്തകം 19:23-24 വാക്യത്തിൽ ഈ ഒരു പശ്ചാത്തലം മനസ്സിലാക്കാൻ, ഇത് യഹൂദന്മാരോട് പറയുന്ന കാര്യമാണ്. അത്തിവൃക്ഷവും പൊതുവെയുള്ള വൃക്ഷവും ഫലവും എല്ലാം അവർക്കൊരു ഓർഡർ ഉണ്ട്. എന്താ ഓർഡർ എന്ന് ചോദിച്ചാൽ, ഞാൻ ലേവ്യ പുസ്തകം 19:23-24 വായിക്കാൻ പോവുകയാണ്. അവിടെ ഇങ്ങനെയാ, നിങ്ങൾ ദേശത്തെത്തി ഭക്ഷണത്തിന് ഉതകുന്ന സകലവിധ വൃക്ഷങ്ങളും നട്ട ശേഷം നിങ്ങൾക്ക് അവയുടെ ഫലം പരിച്ഛേദന കഴിയാത്തതുപോലെ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ എന്താ? അത് 3 സംവത്സരത്തേക്ക് പരിച്ഛേദന ഇല്ലാത്തതുപോലെ ഇരിക്കണം. അത് തിന്നരുത്. ഒരു ഫലം ഉണ്ടായാൽ ലേവ്യ പുസ്തകത്തിൽ പറയുക വ്യക്തമായി, 3 years ഡോണ്ട് ടച്ച്. പരിച്ഛേദന ഇല്ലാത്തതുപോലെയാണ് ആ ഫലം. തൊടരുത്, അത് കഴിക്കരുത്. പിന്നെ എന്ത് ചെയ്യണം? അടുത്ത വാക്യത്തിൽ 19:24 4-ാം സംവത്സരത്തിൽ അതിൻ്റെ ഫലമെല്ലാം യഹോവയുടെ സ്തോത്രത്തിനായിട്ട് ശുദ്ധമായിരിക്കണം. എന്ന് പറഞ്ഞാൽ 4-ാം വർഷത്തെ ഫ്രൂട്ട് എല്ലാം ദൈവത്തിനുള്ളതാണ്. അടുത്ത വർഷത്തെ 5-ാം സംവത്സരത്തിൽ നിങ്ങൾക്കതിൻ്റെ ഫലം തിന്നാം. അപ്പം ഈ അത്തിവൃക്ഷം ഇപ്പൊ എത്ര നാളായി കാണും? 3 സംവത്സരമായിട്ട് ഫലം നോക്കുക. ഇതിനെ പഠിച്ച ബെയ്ലി എന്ന് പറഞ്ഞൊരു വലിയ ചരിത്രകാരനുണ്ട്, തിയോളജിയനാണ്. ഏൻഷ്യൻ നിയർ ഈസ്റ്റേൺ കൾച്ചറൊക്കെ പഠിച്ച് മനസ്സിലാക്കിയ ഒരാൾ പറയുന്നത്, സാധാരണ അത്തി അവർ പ്ലാന്റ് ചെയ്യുന്ന വിധം ആദ്യത്തെ 3 വർഷം ഒരു പോട്ടിലായിരിക്കും, ഒരു ചട്ടിയിലായിരിക്കും. 3 വർഷം കഴിഞ്ഞിട്ട് ഇതിനെ എടുത്ത്
ഗ്രൗണ്ടിൽ വെച്ച് കഴിഞ്ഞ് അടുത്ത വർഷം മുതൽ ഫലം വരാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ 4-ാമത്തെ വർഷം ഫലം കാണണം. 2 സീസണുണ്ട്. 4, 5, 6 വർഷങ്ങൾ ഫലം വരാൻ സാധ്യതയുണ്ട്. ഫലം വരണം. പക്ഷെ ഈ 3 വർഷത്തെ ഫലം ലേവ്യ പുസ്തകത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ച് ഇത് തൊടാനൊക്കത്തില്ല. അപ്പൊ എത്ര വർഷമായി കാണും ഈ അത്തി? ചട്ടിയിൽ കിടന്ന 3 വർഷം, അത് കഴിഞ്ഞിട്ട് വന്ന 3 വർഷം ഫലം വരുമോ? പക്ഷെ ആള് പോയി നോക്കത്തില്ല. കാരണം എന്തായാലും ഫലം ഉണ്ടേലും ഇല്ലേലും ഇത് തൊടാനൊക്കത്തില്ല. ദൈവത്തിന്റെ നിയമപ്രകാരം പരിച്ഛേദന ഇല്ലാത്ത പോലെ ഇതിനെ തൊടാനൊക്കത്തില്ല. 3 സംവത്സരമായി ഫലം നോക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ വൃക്ഷം അതിൻ്റെ 7-ാമത്തെ വർഷം 2 പ്രാവശ്യം, 8-ാമത്തെ വർഷം 2 പ്രാവശ്യം, 9-ാമത്തെ വർഷം 2 പ്രാവശ്യം, 9 വർഷമായിട്ട് ഇത് വളർന്ന് നിൽക്കുകയാണ് ഈ ഗാർഡന്. പ്രിയ ദൈവമക്കളെ, നമുക്ക് ചിലപ്പോൾ നമ്മളോട് തന്നെ ചിന്തിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഈ അത്തിവൃക്ഷത്തിന്റെ ഈ ഉപമയിലൂടെ കർത്താവ് പറയുന്നത്. വർഷപഴക്കം വരുമ്പോ, വചനത്തിന്റെ അറിവ് കൂടുമ്പോ, പ്രത്യേകിച്ച് വചനം പഠിപ്പിക്കുന്ന ഒരു സഭയിലാണ് കടന്നു വരുന്നതെങ്കിൽ ബൈബിൾ സ്റ്റഡി ഒരു വശത്ത്, പ്രസംഗം ഒരു വശത്ത്, മുറ്റത്ത് കൺവെൻഷൻ വേറൊരു വശത്ത്, ഉപവാസ പ്രാർത്ഥന വേറൊരു വശത്ത്, റിട്രീറ്റ് വേറൊരു വശത്ത്, പരസ്യോഗം വേറൊരു വശത്ത്, ഇഷ്ടംപോലെ കാര്യങ്ങൾ നമുക്ക് ചുറ്റിപ്പറ്റിയുണ്ട് നമ്മളെ ചിന്തിപ്പിക്കാൻ. നല്ലതായിട്ട് മുന്തിരിവള്ളിയൊക്കെ കയറി കിടപ്പുണ്ടെന്ന് നമ്മളെ ചിന്തിപ്പിക്കും. അത് കാരണം വി ആർ ഡൂയിങ്, താങ്ങുന്നു. ഒരു ഇത് വരുമ്പോൾ, പരസ്യോഗം വരുന്ന സമയത്ത് ഞാൻ വണ്ടി എടുക്കാം, ആ മുന്തിരിവള്ളിക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. റിട്രീറ്റിന് സമയത്ത് ഞാൻ ചെയ്യാം, മുന്തിരിവള്ളിക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയല്ല മിഷൻ ട്രിപ്പിന് പോവാം, ഞാൻ ചെയ്യാം, അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാം, മുന്തിരിവള്ളിക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. വർഷം കഴിയും തോറും നമ്മൾ ചിന്തിക്കാൻ സാധ്യതയുള്ളത് ഐ ആം ഡൂയിങ്. മുന്തിരിവള്ളി എൻ്റെ മേൽ വന്ന് ഐ ആം ഗിവിങ് എ ഗുഡ് സപ്പോർട്ട്. കേൾക്കണം, ദൈവം വ്യക്തമായിട്ട് ഇടപെട്ട ഒരു ദൂതാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു സാധ്യത മനസ്സിൽ ചിന്തിക്കാം, ഐ ആം ഡൂയിങ് വെൽ, ഞാൻ നല്ലതായിട്ടിരിക്കുന്നു. 9 വർഷമായില്ലേ, ഇഷ്ടം പോലെ മനുവർ കിട്ടിയില്ലേ, ഇഷ്ടം പോലെ വളം കിട്ടിയില്ലേ, വെള്ളം വലിച്ചെടുക്കുന്നില്ലേ, മുന്തിരിക്കൊലയൊക്കെ എന്റെ മേളിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. ഐ ആം ഡൂയിങ് ഇറ്റ്, ഐ ആം സപ്പോർട്ടിങ് ഇറ്റ്. ചിന്തിക്കാം. പക്ഷേ കർത്താവിന് ഈ 2023 നമ്മളോട് പറയാനുള്ളത് ഒരു സപ്പോർട്ടിങ് റോള് മാത്രമല്ല, ഒരു ഫ്രൂട്ട് വരുന്ന വർഷമാക്കി ഈ വർഷത്തെ ദൈവത്തിന് നമുക്ക് അനുഗ്രഹിച്ച് തരാനുണ്ട്. ഒരു സപ്പോർട്ടിങ് റോളിൽ നിന്നും നമ്മളിലൂടെ, നമ്മുടെ അധരങ്ങളിലൂടെ ദൈവത്തിന്റെ ആലോചന വിളിച്ചു പറയുന്ന, എന്തിനാണോ അത്തി നട്ടുവെച്ചിരിക്കുന്നത് ആ ഉദ്ദേശത്തിലേക്ക് കയറി വരുന്ന, ശുശ്രൂഷയിലേക്ക് കയറി വരുന്ന, ദൈവ പദ്ധതിയിലേക്ക് നടന്നു കയറി വരുന്ന ഒരു സപ്പോർട്ടിംഗ് റോളിൽ നിന്നും മെയിനായിട്ട് ഫ്രൂട്ട് ബെയർ ചെയ്യുന്ന ഒരു റോളിലേക്ക് ദൈവം നമ്മളെ വിളിക്കുന്നു. പലപ്പോഴും ഈ സപ്പോർട്ടിംഗ് റോളാണ് നമുക്ക് ഈ ഒരു തെറ്റായ ഒരു ധാരണ കൊണ്ട് തരുന്നത്. കാരണം ഒരു പ്രയോജനവും ഇല്ലാതെ ഇപ്പൊ അത്തി വൃക്ഷം നിൽക്കുകയാണെങ്കിൽ അത്തിവൃക്ഷത്തിൽ തന്നെ ചിന്തിക്കാം, അയ്യോ ഈ തോട്ടക്കാരനെ കാണുമ്പോൾ എന്തിനാ എൻ്റെ മേൽ ഈ വെള്ളം ഒഴിക്കുന്നത്, ഒരു പ്രയോജനവും ഇല്ലെന്ന് അറിയത്തില്ലേ? പക്ഷെ അത്തിക്കൊരിക്കലും ഇത് തോന്നത്തില്ല. ഈ അത്തിക്കൊരിക്കലും അത് തോന്നത്തില്ല. എല്ലാ പ്രാവശ്യവും ഈ വചനം എല്ലാം കൂടെ പറഞ്ഞ് എന്തിനാ എന്നോട് പറയുന്നത്, പാസ്റ്റർ എന്നെ ഇതിനൊന്നും കൊള്ളത്തില്ല, അങ്ങനെയുള്ളവര് കുറവായിരിക്കും. സാധാരണ ചിന്ത വരുന്നത്, ഇട്ടോ എത്രയും വളമിടാമെങ്കിൽ ഇട്ടോ, ഞാൻ കുറച്ചുകൂടെ ഒരു ബ്രാഞ്ചൂടെ ഒന്ന് ഇറങ്ങി വരട്ടെ, കാരണം ഈ വള്ളി ഒന്നുകൂടെ ഒന്ന് കയറട്ടെ. ഞാൻ ഇങ്ങനെ പടർന്ന് നിൽക്കുമ്പോൾ എന്തൊരു സപ്പോർട്ടായി ഈ മുന്തിരിവള്ളിക്ക് കിട്ടുന്നതെന്ന് അറിയാമോ? പക്ഷേ അത്തിയിൽ നോക്കുമ്പോൾ ഇപ്പൊ മുന്തിരിക്കൊല കിടപ്പുള്ളൂ, അത്തിപ്പഴമില്ല. വേർ ഈസ് യുവർ ഫ്രൂട്ട്? എവിടെ നമ്മളിൽ നിന്നുള്ള ഫലം? ഇന്ന് പകൽ ഞാൻ ദൈവസന്നിധിയിൽ ജാഗരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ കർത്താവിൻ്റെ മനസ്സിൽ പ്രകാശിപ്പിച്ചു, നമ്മളിൽ ചിലരെ കുറിച്ച് ദൈവത്തിന് സുവിശേഷീകരണത്തിൽ പ്രത്യേകമായിട്ടൊരു ഉദ്ദേശമുണ്ട്. സുവിശേഷീകരണത്തിൽ എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി ഇവിടെ ഓർപ്പിച്ചൊരു കാര്യം ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ്. ദൈവസഭയിലൂടെ അനേക സഭകൾ സ്ഥാപിതമാകണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതത്തിലുള്ള കാര്യമാണ്. അത് ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ള കാര്യമാണ്.
നമ്മൾ ഒരു സപ്പോർട്ടിംഗ് റോളിൽ നിന്ന് എല്ലാ മുന്തിരിക്കൊല എൻ്റെ മേലോട്ട് വരട്ടെ, ഞാൻ ഇവിടെ നിന്നോളാം എന്നുള്ള ആശയം മാറി. ഈ 2023 ദൈവം എന്നെ എന്തിനു നട്ടോ, എന്നെ എന്തിനു വേർതിരിച്ചോ, എന്നെ എന്തിനിവിടെ ആക്കിയോ, അതിൻ്റെ ഉദ്ദേശത്തിലേക്ക് സുവിശേഷം പറയാനാണെങ്കിൽ അങ്ങനെ, മിഷൻ ട്രിപ്പ് ആണെങ്കിൽ അങ്ങനെ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണെങ്കിൽ അങ്ങനെ ഒരു നിയോഗം എൻ്റെ മേൽ തരണമേ എന്ന് നമുക്ക് ഇന്ന് പകൽ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ അത് വളരെ അപകടകരമായ ഒരു സ്ഥിതിയാണ്. കാരണം 2023 അവസാനവും കർത്താവിന്റെ വരവ് താമസമെങ്കിൽ നമ്മൾ പറയും 1 more year. God has been so faithful. ദൈവം വിശ്വസ്തനായി വഴി നടത്തി. ഇതെല്ലാം എന്തിനാ അടുപ്പിച്ച് തരുന്നതെന്ന് ചോദിച്ചാൽ, മുന്തിരിവള്ളിക്ക് ഒരു സപ്പോർട്ട് കൊടുക്കാൻ മാത്രമല്ല, അത്തിഫലം നമ്മളിൽ നിന്ന് വരുവാൻ അതിനുള്ള അനുകൂല കാലാവസ്ഥകൾ ദൈവം നൽകിയില്ലേ, അതിനുള്ള ഒരു ആത്മീക അന്തരീക്ഷം ദൈവം നൽകിയില്ലേ, അതിനുള്ള വചനം നമുക്ക് നൽകിയില്ലേ. നമ്മുടെ അധരങ്ങളെ കെട്ടിവെച്ചിരിക്കുന്നത് ഭയമാണെങ്കിൽ അത് ഇന്ന് പകൽ ദൈവം വചനത്താൽ മാറ്റട്ടെ. നമ്മളെ മുമ്പോട്ട് പോകുന്നതിന് തടസ്സമായി ഇട്ടിരിക്കുന്നത് നമ്മുടെ പാസ്റ്റ് ആണെങ്കിൽ, നീ എന്തോ സുവിശേഷം പറയാനാ, നീ സുവിശേഷം പറഞ്ഞാൽ ആര് കേൾക്കും, അങ്ങനെ ഒരു ഭയമാണെങ്കിൽ അത് നമ്മുടെ കാലിൽ നിന്ന് ദൈവം വെട്ടിമാറ്റട്ടെ. പ്രിയ ദൈവമക്കളെ, we have to run. നമുക്ക് മുമ്പോട്ട് പോകണം. നിങ്ങൾ ഈ വർഷം മുമ്പോട്ട് പോകണം. ഏതിലാ? കരിയറിൽ മുമ്പോട്ട് പോകുമോ എനിക്കറിയത്തില്ല, വിദ്യാഭ്യാസത്തിൽ മുമ്പോട്ട് പോകുമോ എനിക്കറിയത്തില്ല, പക്ഷെ ദൈവ പദ്ധതിയിൽ മുമ്പോട്ട് പോകുന്ന, ഫലം കായ്ക്കുന്ന, നമ്മൾ സുവിശേഷം പറയുന്ന വർഷമായി ഇത് മാറട്ടെ. A year where we bear fruit. ഫലം വരുന്ന. എന്ത് ഫലത്തിന്റെ കാര്യമായി പറയുന്നത്? നമ്മൾ നല്ലതായി തീരുന്ന ഫലം മാത്രമല്ല, ആത്മാവിന്റെ ഫലമായ സ്നേഹവും സന്തോഷവും ഒക്കെ എന്നിലിപ്പോൾ ഉണ്ട്. ആ ഫലം മാത്രമല്ല, യോഹന്നാൻ സുവിശേഷം 15 വസിക്കുക എന്നുള്ള പദമുണ്ടല്ലോ, റിമെയിൻ. താഴോട്ടുള്ള വാക്യത്തിൽ വരുമ്പോൾ ഇങ്ങനെയാ പറയുന്നത്, ഇഫ് യു റിമെയിൻ ദെൻ ഐ വിൽ സെൻഡ് യു. ഗോ ഔട്ട്. റിമെയിൻ ആൾക്കാര് പോയി ഫലം കായ്ക്കണമെന്ന്. ഈ വർഷം കർത്താവ് എന്നെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നിങ്ങളിൽ എത്ര പേരുണ്ട്? ദൈവം എന്നെ അയക്കണം, എനിക്ക് ഫലം കായ്ക്കണം, ഐ വാണ്ട് ടു ബി സെൻഡ്. എത്ര പേരുണ്ട്? ദൈവം കരങ്ങൾ കാണട്ടെ. അത് ദൈവസന്നിധിയിലാവും ഉയർത്തിയതെങ്കിൽ ദൈവം അയക്കാൻ പോവുകയാണ്. എങ്ങോട്ടാ? ബീഹാറിലേക്കാണോ ഗുജറാത്തിലേക്കാണോ എനിക്കറിയത്തില്ല, പക്ഷെ ഗോഡ് വിൽ ഗിവ് യു an unction today. ഒരു പ്രത്യേക അഭിഷേകം നിങ്ങളുടെ മേൽ തന്ന് ഇന്നത്തെ ഈ ദിവസം മുതൽ ദൈവം അയക്കട്ടെ. എനിക്ക് പോയി ഫലം കായ്ക്കണം കർത്താവേ. എനിക്ക് മണ്ണിനെ നഷ്ടപ്പെടുത്തി ജീവിച്ചാ പോരാ, എനിക്ക് താങ്ങി ജീവിച്ചാ പോരാ, എനിക്കൊരു സപ്പോർട്ടിംഗ് റോളിൽ നിന്ന് ഫ്രൂട്ട് ബെയറിംഗിലേക്ക് വരണം കർത്താവേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പിന്നെ കേൾക്കാൻ പോകുന്ന സാക്ഷ്യം എന്തായിരിക്കും എന്നറിയാം? പിന്നെ കേൾക്കാൻ പോകുന്ന സാക്ഷ്യം, എനിക്ക് ഈ ഉടമസ്ഥൻ നല്ലവനായിരുന്നു, എനിക്ക് ഈ ഉടമസ്ഥൻ നല്ലതായിട്ട് ചെത്തി വെടിപ്പാക്കി എന്നെ സൂക്ഷിച്ചു എന്നുള്ളതല്ല. പിന്നെ നമ്മൾ കേൾക്കുന്ന സാക്ഷ്യം, കഴിഞ്ഞ ദിവസം ഞാൻ തിരുവല്ലയിലൂടെ നടന്നു പോയപ്പോൾ ദൈവം ഒരു വ്യക്തിയെ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. ആ വ്യക്തിയെ വിവേചിപ്പാൻ ദൈവം സഹായിച്ചു. ആ വ്യക്തി ഇന്ന് ഈ ഹോളിൽ വന്നിരിപ്പുണ്ട്. ഇങ്ങനെയുള്ള സാക്ഷ്യം ദൈവം നമ്മുടെ ഉള്ളിൽ തരട്ടെ. ഇവിടെ കേട്ടതുപോലെ ആത്മാവിന്റെ പ്രദർശനങ്ങളായി ദൈവം നമ്മളെ മാറ്റട്ടെ. അങ്ങനെയുള്ള നിയോഗങ്ങൾ ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റെടുക്കാം. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വർഷമാകട്ടെ 2023. പിശാച് ബന്ധിച്ച് കിടക്കുന്ന വീടുകളിൽ ചെന്ന് ഒരു സപ്പോർട്ടിംഗ് അല്ല, ഞാൻ നിന്നെ സഭാ ഹാളിലോട്ട് കൊണ്ടുപോകാമെന്ന് മാത്രമല്ല, ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക, ഈ ഭവനത്തിലെ അന്ധകാരത്തെ ദൈവം അഴിക്കട്ടെ എന്ന് പറയുന്ന വർഷമാകട്ടെ 2023. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ എല്ലാവർക്കും? അന്ധകാരം പിടിച്ചു കിടക്കുന്ന വീട്ടിൽ ചെന്നുകൊണ്ട് നമുക്ക് പറയാം, ക്യാൻ യു കം ഫോർ ദ സർവീസ്, ഐ വിൽ ഗിവ് യു എ ലിഫ്റ്റ്. ഞാൻ കൊണ്ടുപോവാം. 7 മണിക്ക് ഒരുങ്ങിയിരുന്നാൽ മതി, 6:30 ഒരുങ്ങിയിരുന്നാൽ മതി. ഈ വ്യക്തിയെ 3 മാസം കൊണ്ടുവന്ന് ഇരുത്തിയാലും ചിലപ്പോൾ ഒന്നും സംഭവിക്കത്തില്ല. 1-ാം ദിവസം തന്നെ ആ ഭവനത്തിലോട്ട് കടന്നു ചെല്ലുമ്പോൾ ഈ ഭവനത്തെ ബന്ധിച്ചിരിക്കുന്ന അന്യായ ശക്തികൾ, അന്ധകാരത്തിന്റെ ശക്തികൾ യേശുവിൻ നാമത്തിൽ മുട്ടുകുത്തട്ടെ എന്ന് പറയുമ്പോൾ അവിടെ വ്യാപരിക്കുന്ന ദൈവ തേജസ്, അഭിഷേകം ദൈവസന്നിധിയിൽ നമ്മൾ ഏറ്റെടുക്കണം. അങ്ങനെ ഒരു മിനിസ്ട്രി ദൈവം നമ്മളെ കൊണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. വചന ശുശ്രൂഷ പോലും അങ്ങനെയുള്ളൊരു വചന ശുശ്രൂഷ ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നു. അല്ലാതെ നമ്മൾ പഠിച്ചു വെച്ച 2 കാര്യമല്ല,
ഫലം കായ്ക്കുക എന്ന് പറയുമ്പോൾ വിവേചിച്ചുകൊണ്ട് സംസാരിക്കുന്ന പ്രൊഫറ്റിക് ദൂതായി മാറുന്ന ഒരു വ്യക്തി ഏത് അവസ്ഥയിൽ വന്നിരിക്കുന്നോ അവരെ വിവേചിച്ചുകൊണ്ട് നിത്യതയെങ്കിലേക്ക് അവരെ തിരിക്കുന്ന ആത്മീക സന്ദേശങ്ങൾ ഇവിടെ മുഴങ്ങുന്ന വർഷമാകട്ടെ 2023. ഞാനൊരു പെന്തക്കോസ് ആലയത്തിലാ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ആത്മാവിനെ പ്രാപിക്കാതിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഇത്ര പേർക്ക് 1000 രൂപ വെച്ച് അയച്ചു കൊടുക്കുന്നുണ്ട്. മുന്തിരിവള്ളി എൻ്റെ മേലുണ്ട്. അതിൽ നിന്ന് ഒരല്പം കൂടെ മുമ്പോട്ട് പോയി ഈ വർഷം പരിശുദ്ധാത്മ ശക്തി എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിൽ, ഇവിടെ നമ്മൾ ടെസ്റ്റ് മണിയിൽ കേട്ടതുപോലെ ഇത് ഇന്നും വ്യാപരിക്കുന്ന ഒരു ശക്തിയാണെങ്കിൽ, ഇത് ഇന്നും മനുഷ്യരെ മാറ്റുന്ന ഒരു ശക്തിയാണെങ്കിൽ, ആ ചെറുപ്പക്കാരൻ ഡെന്നി ഇവിടെ പറഞ്ഞ സാക്ഷ്യം അത് സത്യമാണെങ്കിൽ, ദൈവമേ ഈ ശക്തി എൻ്റെ മേലൊന്ന് ഇറങ്ങി വരണമേ. എനിക്ക് ഇങ്ങനെ ജീവിച്ച് തീർന്നാ പോരാ, എനിക്ക് സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നത് പോരാ, എന്നെ ഒന്ന് ഉപയോഗിക്കണമേ, അത്ഭുതത്തിന്റെ ഉപകരണമാക്കി എന്നെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ ഈ അഭിഷേകം നമ്മുടെ മേലും വരും. അതൊരു സെൽഫ് കൺട്രോളിലേക്ക് ആദ്യം നയിക്കും. പിന്നെ അത് അവിടെ കൊണ്ട് തീരത്തില്ല. അതൊരു വലിയ ഔട്ട്ഫ്ലോ ആയി നമ്മളിൽ നിന്നും ഒരു നദി കവിഞ്ഞൊഴുകുന്നത് പോലെ 2023 ഒരു സപ്പോർട്ട് മാത്രമല്ല, ഞാൻ സപ്പോർട്ട് ചെയ്യാമെന്ന് മാത്രമല്ല, കാൽ വെച്ച് ഇറങ്ങുന്ന വർഷമായി ദൈവം അനുഗ്രഹിച്ച് നൽകട്ടെ. പുതിയ കൂടിവരവുകൾ തുടങ്ങുന്ന വർഷമാകട്ടെ. അടച്ചുപൂട്ടുന്ന വർഷമല്ല, കാലെടുത്ത് വെച്ച് മുമ്പോട്ട് പോകുന്ന വർഷം. പുതിയ ബ്രാഞ്ച് ചർച്ചസ് തുടങ്ങുന്ന വർഷമാകട്ടെ 2023. ഡ്രൈ ആയിട്ടുള്ള മിഷൻ സ്റ്റേഷൻസ് ഉണ്ട് കേട്ടോ. ഡ്രൈ ആയിട്ടുള്ള മിഷൻ സ്റ്റേഷൻസ് എന്ന് പറഞ്ഞാൽ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ എല്ലാം നല്ല ആൾക്കാർ വരുന്നുണ്ട്, അവിടെ സുവിശേഷം പറയുന്നുണ്ട്, ആൾക്കാർ രക്ഷയിലേക്ക് വരുന്നുണ്ട്. പക്ഷേ സൂക്ഷിച്ചു നോക്കുമ്പോൾ പലയിടത്തും ഡ്രൈ ആണ്, ശുശ്രൂഷിക്കുന്നവരുൾപ്പെടെ ഡ്രൈ ആണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ദൈവം നമ്മളെ ഒരു വെളിച്ചവുമായിട്ട് ഒരു വെള്ളവുമായിട്ട് അങ്ങോട്ട് ചെന്ന് ഡ്രൈ ലാൻഡിൽ വെള്ളം ഒഴിക്കുന്നത് പോലെ ഈ വർഷം ദൈവം നമ്മളെ അയച്ച് ഡ്രൈ ആയിട്ടുള്ള ലാൻഡിൽ ഭയങ്കരമായ ഒന്ന് മനസ്സിൽ കാണാമോ? ഒരു കർഷകൻ നിന്നുകൊണ്ട് വിണ്ട് കീറിയ മണ്ണിൽ വെള്ളം ഇങ്ങനെ ഒഴിക്കുന്നത് പോലെ, അത് പിന്നെ തഴച്ചു വളരുന്നത് പോലെ നമ്മുടെ കയ്യിൽ ഈ വചനം ദൈവം നൽകിയെങ്കിൽ, ഈ വചനം വാരി വിതറുന്ന, വാട്ടർ ചെയ്യുന്ന ഒരു സപ്പോർട്ട് മാത്രമല്ല, ഞാൻ പൈസ കൊടുത്തോളാം, ടിക്കറ്റ് ഇല്ലാത്തവർക്ക് ഞാൻ ബുക്ക് ചെയ്യാം 2 എണ്ണം, അതല്ല. യു ഹാവ് ടു സ്റ്റെപ്പ് ഔട്ട്. ടിക്കറ്റ് കിട്ടുന്ന ഇല്ലാത്തവർക്ക് ടിക്കറ്റ് കൊടുക്കുന്നത് മാത്രമല്ല, ഞാൻ ടിക്കറ്റ് എടുത്ത് ഞാൻ പോകാൻ പോകുക. ഞാൻ ഒരു അത്തിവൃക്ഷമായി നട്ടെങ്കിൽ എന്നിലൂടെ ഫലം വരട്ടെ. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ രോഗി സൗഖ്യമാകട്ടെ. എന്നിലൂടെ വചനം ദൈവം അയക്കട്ടെ എന്നുള്ള ആ ഒരു നിയോഗം ഏറ്റെടുക്കണം. ഇപ്പൊ ഞാനിവിടെ നിൽക്കുമ്പോൾ പറയട്ടെ, ഇതാരെയാ ഈ അയക്കാൻ വേണ്ടി പോകുന്നത്? വസിച്ചാൽ അയക്കും. ഇഫ് യു റിമെയിൻ, God will send you to bear fruit. ഭയങ്കര ഫലം കായ്ക്കാൻ. ആരെയായി അയക്കുന്നത്? സാധാരണ നമ്മൾ ചിന്തിച്ചു വെച്ചിരിക്കുന്ന, ഞാൻ ചിന്തിച്ചു വെച്ചത് കൊച്ചിലെ മുതൽ, അതിനൊക്കെ സംസാരിക്കാൻ ഒരു കഴിവ് വേണം. കൊച്ചിലെ മുതലേ അങ്ങനെ ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. അവരെയൊക്കെ ദൈവം അയക്കും. ബൈബിൾ കോളേജിൽ പഠിക്കണം, റെവറൻഡ് ആവണം. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി, ദൈവം അയക്കാൻ തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾ, God doesn't call the qualified. എല്ലാം തികഞ്ഞ് എന്നെ അങ്ങോട്ട് അയച്ചോ, ഞാൻ എല്ലാം പഠിച്ചിരിക്കുക എന്ന് പറയുന്നവരെ ഹാർഡ്ലി ഗോഡ് പിക്സ് അപ്പ്. ആരെയാ ദൈവം എടുക്കുന്നതെന്ന് ചോദിച്ചാൽ, എന്നെ അയക്കുമോ? ഞാൻ തടിച്ച നാവുള്ളവരാ, എൻ്റെ മേൽ നിന്ന് ഫലം വരുമെന്നോ? ഞാൻ തടിച്ച നാവുള്ളവനാണെന്ന് മോശ പറഞ്ഞെങ്കിൽ, യെരമ്യാവ് ഐ ആം ടു യങ് എന്ന് പറഞ്ഞെങ്കിൽ, എന്നെ അയക്കല്ലേ, മറ്റവരെ ഞാൻ അയക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ മനസ്സിൽ പ്രകാശിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം. ചിലപ്പോഴൊക്കെ ഈ അത്തിക്ക് തോന്നാൻ സാധ്യത, ഐ ആം നോട്ട് ലൈക്ക് ഗ്രേപ്പ്. ഈ ഗ്രേപ്പിന്റെ സ്വീറ്റ്നെസ് പോലൊന്നും എൻ്റെ ഫലം വരത്തില്ല. മേ ഐ ബി ലൈക്ക് ദിസ്. ഞാൻ ഇവിടെ നിന്ന് ഫലമുള്ളവരെ ഒന്ന് താങ്ങിക്കോളാം, ഞാൻ പോയാൽ ഇതൊന്നും നടക്കത്തില്ല എന്ന് ചിന്തിക്കുന്നവരെ കേൾക്കുക. ദൈവം ഒരാളെ ഉപയോഗിക്കാൻ തീരുമാനിച്ചാൽ
ദൈവം ഒരാളെ കയ്യിലെടുത്താൽ, ദൈവം ഒരാളുടെ മേൽ നിയോഗം തന്നാൽ അതിന്റെ മാധുര്യം, അതെന്ത് ഇമ്പാക്ട് ഈ ലോകത്തിൽ വരുത്തുമെന്ന് the world is yet to see. ലോകം കണ്ടിട്ടില്ല അത്. അതുകൊണ്ട് തൃപ്തിപ്പെടരുത്, ഈ താങ്ങി തൃപ്തിപ്പെടരുത്. ദൈവത്തോട് പറ, ഐ വാണ്ട് ടു ബി യൂസ്ഡ്, ഐ വാണ്ട് ടു ബി യൂസ്ഡ്. പടരട്ടെ, മുന്തിരി പടരട്ടെ, പക്ഷേ അത്തിയിൽ നിന്ന് ഫലം വരണം. യു ഹാവ് ടു ബെയർ ഫ്രൂട്ട്. എന്നിട്ട് നോക്കണം, അവസാനത്തിൽ പറയുന്നത് ഒന്നുകൂടെ നോക്കിയേ, 13-ാമത്തെ വാക്യം. He said to the man who took care of the vineyard, for 3 years now I have been coming to look for fruit. 3 വർഷം വരിക എന്ന് പറഞ്ഞാൽ ഇപ്പൊ 9 വർഷമായി. 9 വർഷമായി ആൾ ഇരിക്കുക. 3 വർഷം ചട്ടിയിലിരുന്നു, 3 വർഷം വെളിയിലിരുന്നു, 3 വർഷം 7, 8, 9 വർഷം വന്ന് നോക്കുക. എന്തിയേ ബൈബിൾ സ്റ്റഡി പഠിച്ചതിന്റെ ഒക്കെ ഫലം എന്തിയേ? കുലുങ്ങിയതിന്റെയും കൈ അടിച്ചതിന്റെയും ഫലം എന്തിയേ? ഇത്രയേ ഉള്ളു ഫലം. പിന്നെയും സൺഡേയിൽ വരുന്നു, ഒരു സൺഡേയിൽ നിന്ന് അടുത്ത സൺഡേ മാത്രം. അപ്പോഴാ പറയുന്നത്, for 3 years now I have been coming to look for fruit on this fig tree and haven't found any. ഞാൻ ഒരു ഫലവും കണ്ടില്ല. Cut it down. ഉടമസ്ഥൻ പറയുക, അതിനെ മുറിച്ചു കളയുക. Why should it use up the soil? എന്തിന് ഈ മണ്ണ്? Why should it use up the soil? എന്തിന് ഈ മണ്ണ് ഇത് കളയണം? ചിന്തിക്കണം. ഓണറിന്റെ മനസ്സിൽ ഒറ്റ ഇതാ മനസ്സിൽ ഇരിക്കുന്നത്, താങ്ങ് കൊടുക്കുന്നത് മാത്രമല്ല മകനെ. കാരണം താങ്ങ് കൊടുക്കാൻ എനിക്ക് വേറെ മരം കിട്ടും, ആ മരത്തിൽ നിന്ന് എനിക്ക് ഫലവും കിട്ടും, അല്ലേ? ഇതൊരു നഷ്ടമാ, ഇതൊരു നഷ്ടത്തിന്റെ ഇൻവെസ്റ്റ്മെന്റാ. ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? ഈ മുന്തിരിവള്ളിക്ക് ഒരു താങ്ങ് മാത്രം കൊടുക്കാനാണെങ്കിൽ വേറെ മരം കിട്ടത്തില്ലേ? യോർ പ്രസൻസ്, യോർ പൊസിഷൻ ഈസ് വേസ്റ്റിംഗ് റിസോഴ്സസ്. ഈ തൊട്ടടുത്തുള്ള മുന്തിരി കൊലകളുടെ മുന്തിരി വള്ളിയുടെ എല്ലാം വലിച്ചിങ്ങോട്ട് എടുക്കുക, എന്നിട്ട് അത്തി നല്ലായിട്ട് അങ്ങ് തളിർക്കുക. ഒറ്റ ആശ്വാസമേ ഉള്ളൂ, എൻ്റെ മേലിൽ ഇതെല്ലാം കിടപ്പുണ്ട്, അവരൊക്കെ ബലം കായ്ക്കുന്നുണ്ട്, ഞാൻ ഇങ്ങനെ നിൽക്കാം, ഇവരെല്ലാം താങ്ങി ഞാൻ നിൽക്കാം. പക്ഷെ ഉടമസ്ഥൻ നോക്കുന്നത് എന്താണെന്നറിയോ? ഈ സ്ഥാനത്ത് എനിക്ക് വേറൊന്നിനെ നട്ടാൽ അതിൽ നിന്ന് ഫലം വരും, അതിൽ നിന്ന് ഫലം വരും. പ്രിയ ദൈവമക്കളെ, നമ്മൾ ഈ കേൾക്കുന്ന ദൈവവചനങ്ങൾ, നമ്മൾ ഓരോ ഞായറാഴ്ചയും ഇടദിവസങ്ങളിലും കേൾക്കുന്ന ദൈവവചനങ്ങൾ, ഈ മാറ്റമില്ലാത്ത സന്ദേശങ്ങൾ, മായം കലക്കാത്ത സുവിശേഷ സത്യങ്ങൾ, ഇത് വന്ന് വീണാൽ, എന്നിട്ടത് ഫലം വരുന്നില്ല എങ്കിൽ ഒരു ഉടമസ്ഥന്റെ മനോഭാവമാ, ചിന്തയാ, കട്ട് ഇറ്റ് ഡൗൺ. വേറെ ആൾക്കാർ വരട്ടെ, അവർ കേൾക്കട്ടെ, അവർ ഫലം കായ്ക്കട്ടെ. പക്ഷെ 8ാമത്തെ വാക്യം, സർ, the man replied, സർ. അതിനവൻ, കർത്താവേ, സർ. ഈ നോക്കി നടത്തുന്ന ആള് ഉടമസ്ഥനോട് പറയുക, കർത്താവേ, ഞാൻ അതിന് ചുറ്റും കിളച്ച് വളമിടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ. ഞാനവിടെ ഈ ആണ്ടിന്റെ അവിടെ 2023 എന്ന് പറഞ്ഞോട്ടെ, ഈ 2023 കൂടെ നിൽക്കട്ടെ. എന്തുവാ അപ്പൊ ഈ തോട്ടക്കാരൻ ചെയ്യാൻ പോകുന്നത്? അതിന് ചുറ്റും കിളച്ച് വളമിടുവോളം. എപ്പോഴാ ഈ കിളയ്ക്കുന്നത്? ഞാൻ കൊച്ചിലെ കണ്ടിട്ടുണ്ട് ഈ കിളയ്ക്കുന്ന അങ്ങനെയുള്ള ഇത്. ശരിക്കും പ്രത്യേകിച്ച് ഈ ഭൂമി ഉറപ്പായി കിടക്കുന്ന സമയത്ത് കിളയ്ക്കാൻ ഇച്ചിരി പാടാണ്. ഒരു 10 സ്ക്വയർ യാർഡ് കിളച്ചു കഴിഞ്ഞാൽ ആള് കിതയ്ക്കും. കിളയ്ക്കുക എന്ന് പറഞ്ഞാൽ തൃപ്തിപ്പെട്ടിരിക്കുകയല്ലേ, അത്തിയായി ഞാൻ നിന്നോളാം, എല്ലാരും ഫലം കഴിച്ചു, ഐ വിൽ ബി ലൈക്ക് ദിസ്. അതിനെ തോട്ടക്കാരൻ പറയുന്നത്, ഞാൻ ഇളക്കാം, അവന്റെ ഹൃദയത്തിന്റെ കണ്ടീഷൻ ഞാൻ ഇളക്കാം, അതൊന്ന് ഉഴുതു മറിക്കാം, എന്നിട്ട് ഒന്നുകൂടെ ഈ ദൈവസാന്നിധ്യവും വചനവും ആത്മനിയോഗങ്ങളും അവനിൽ പകരാം. ഒരുറച്ച മണ്ണായി നമ്മുടെ ഹൃദയം മാറിപ്പോയെങ്കിൽ എന്ത് കേട്ടാലും
ഒരു വരണ്ട നിലം പോലെ. ആശ്വാസം ഇതേ ഉള്ളൂ, ഞാൻ കൊടുക്കുന്നുണ്ട്, ഞാൻ നല്ല സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ ആയിപ്പോയെങ്കിൽ 2023 ദൈവം കൃപയാൽ ഒരു കാര്യം ചെയ്യട്ടെ. ചുറ്റിനുമുള്ള മണ്ണെല്ലാം ഉഴുതുമറിക്കുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിൽ അസ്വസ്ഥകൾ ദൈവം കൊണ്ടുവരട്ടെ. ഉറക്കമില്ലാത്ത രാത്രികൾ ദൈവം തരട്ടെ. എന്തിനുള്ള ഉറക്കമില്ലായ്മയാണെന്നറിയോ? ജോലിയുടെ ഉറക്കമില്ലായ്മയല്ല. അയ്യോ, അവിടുത്തെ പൈസ എന്തോ ആകും, ഇവിടിട്ടതിന്റെ വാല്യൂ കുറയുന്നല്ലോ, അങ്ങനെയുള്ള ഉറക്കമില്ലായ്മയല്ല. അത് ഈ ലോകത്തിലുള്ളവർക്കും ഉണ്ടല്ലോ. രാത്രി 1 മണി 2 മണിയാവുമ്പോൾ കർത്താവേ ഒരാലോചന കേൾപ്പിച്ചായിരുന്നു, അത്തിവൃക്ഷത്തിൽ ഫലം വേണമെന്ന്. താങ്ങ് മാത്രം പോരാ, എനിക്ക് ഫലം വേണമെന്ന്. ഐ ആം നോട്ട് സീയിങ് എനിത്തിങ്, ഞാനത് കാണുന്നില്ലല്ലോ കർത്താവേ, എന്നെ ദൈവകരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു എന്ന് പറയുന്ന ഉറക്കം കെടുത്തുന്ന രാത്രികൾ 2023 ദൈവം നമുക്ക് നൽകട്ടെ. ദൈവസന്നിധിയിൽ നിന്ന് ഒരു ആലോചന കിട്ടാത്തപ്പം രാത്രിയിൽ എഴുന്നേറ്റ് കർത്താവേ സ്പീക്ക് ടു മീ, ഇഫ് ഐ ആം ലൈക്ക് ദിസ് ഐ വിൽ ഡൈ ഓഫ്, ഞാൻ ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ മുമ്പോട്ട് പോകും എന്ന് നിലവിളിക്കുന്ന രാത്രികൾ ദൈവം നമുക്ക് നൽകട്ടെ. 2023 എന്തിന്റെ വർഷമാ? അസ്വസ്ഥകൾ ഉണ്ടാകട്ടെ. ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ ഉതകുന്ന അസ്വസ്ഥകൾ ഉണ്ടാകട്ടെ. തൃപ്തിപ്പെട്ട മണ്ഡലമുണ്ടെങ്കിൽ അതൊന്ന് ഉഴുതുമറിക്കട്ടെ ദൈവം. അസ്വസ്ഥകൾ കൊണ്ടുവന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന വർഷമാകട്ടെ. എന്നിട്ട് ഐ വിൽ ഡിഗ് അറൗണ്ട്, ഫെർട്ടിലൈസ് ഇറ്റ്, ഞാനിതെല്ലാം വളഞ്ചി എന്ന് പറഞ്ഞാൽ അനുകൂല സാഹചര്യം എല്ലാം ഞാൻ ഒരുക്കാം. ഇവൻ ഫലം കായ്ക്കട്ടെ. 2023 അനുകൂല സാഹചര്യങ്ങളെല്ലാം ദൈവം നമുക്ക് നൽകും. ദൈവവചനം പഠിക്കാനുള്ളത്, വളരാനുള്ളത്, ഫലം കായ്ക്കാനുള്ളത് എല്ലാം അടുപ്പിച്ച് ദൈവം തരും. പക്ഷേ ആഫ്റ്റർ ഓൾ ഇറ്റ് കംസ് ബാക്ക് ടു അസ്. ഫലമുണ്ടോ? ആ ഫലം വേണമെങ്കിൽ അത് റിസീവ് ചെയ്യണം. ആ വരുന്ന വളം, വരുന്ന വചനം റിസീവ് ചെയ്ത് നമ്മളെ തന്നെ ദൈവമുമ്പാകെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ ദൈവം നമ്മളെ ഉപയോഗിക്കാൻ തുടങ്ങും. കാൽച്ചുവടുകൾ വിശ്വാസത്താൽ വെക്കണം. 9-ാം വാക്യം വായിച്ചിട്ട് അവസാനിപ്പിക്കാം. മേലാൽ കായ്ച്ചില്ലെങ്കിലോ, ഇല്ലെങ്കിൽ വെട്ടിക്കളയാം. ഈ വെട്ടിക്കളയൽ എന്താ? ഞാൻ മുമ്പേ ഓർപ്പിച്ചല്ലോ. വെട്ടിക്കളയൽ നിത്യലജ്ജയ്ക്കായി എഴുന്നേറ്റ് വരുമെന്ന് വായിക്കുന്നത് പോലെ ദൈവമുമ്പാകെ നിൽക്കുമ്പോൾ നിന്നെ അവിടെ ഞാൻ നട്ടു. താങ്ങാൻ മാത്രമല്ല, നിന്നിലൂടെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അത് മനസ്സിലാകാതിരിക്കുമ്പോൾ അതിൻ്റെ നഷ്ടം, അതിൻ്റെ ആ ഒരു ബോധം, നിത്യത മുഴുവൻ നിത്യലജ്ജയ്ക്കായി എഴുന്നേറ്റ് വരുന്നു എന്ന് പറയുന്ന പോലെ, ഫലമില്ലാത്തതിനെ വെട്ടിക്കളയുന്നു എന്ന് 3-ാം അധ്യായം 9 കാണുന്നത് പോലെ, അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാതെ 2023 ഫലം കായ്ക്കുന്ന ഒരു വർഷമായി ദൈവം നമുക്ക് നൽകട്ടെ. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ദൈവം ആക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട് പ്രിയ ദൈവമക്കളെ? ഞാനിത് പറയുമ്പോൾ എൻ്റെ പ്രാർത്ഥന അതാ, ലോർഡ് ഈ 2023 എന്നിലൂടെ ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടുത്തണമേ. ഞാനൊരു സപ്പോർട്ട് ചെയ്യുന്ന ആൾ മാത്രമല്ല, എന്നെ ദൈവം എന്തിന് നട്ടുവെച്ചോ അതിൻ്റെ ഉദ്ദേശങ്ങൾ എന്നിലൂടെ നൽകണമേ. അതിന് വിരുദ്ധമായി എന്നിലുള്ളതിനെ ദൈവം മാറ്റണമേ. അതിന് വിരുദ്ധമായി എന്നിലുള്ള ഇംപ്യൂരിറ്റീസിനെ ദൈവം മാറ്റണമേ. അതിന് വിരുദ്ധമായി എന്നിലുള്ള ഫിയറിനെ ദൈവം മാറ്റണമേ. അതിന് വിരുദ്ധമായി എന്നിലുള്ള എന്തെങ്കിലും ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അത് മാറ്റണമേ. എന്നെ ദൈവം നിയോഗത്തോടെ അയക്കണമേ. ഫലം കായ്പാൻ ദൈവം അയക്കണമേ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസ്ഥലം അടയ്ക്കാം, നമ്മുടെ തലകളെ ദൈവസ്ഥലം വണക്കാം. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഒന്ന് അധരങ്ങളെ തുറന്ന് പ്രാർത്ഥിച്ച് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഈ നിമിഷങ്ങളിൽ ഈ വചനം കേട്ട് അതിൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ താഴ്ത്തി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ലോർഡ്, ഒരു ഉടമസ്ഥൻ എനിക്കുണ്ട് എന്നുള്ളത് സത്യമാണ്. എനിക്കൊരു തോട്ടക്കാരൻ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. എനിക്കൊരു അല്പം പ്രയോജനം ഞാൻ നിമിത്തം ഉണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഫലം കായ്ക്കാൻ നട്ടുവെച്ച എന്നെ അങ്ങയുടെ ദൃഷ്ടി ഇന്ന് പകൽ പതിയുമ്പോൾ എൻ്റെ സാക്ഷ്യം എനിക്കൊന്നും സംഭവിച്ചില്ല. അനേകരുടെ മേൽ ആ ഗോപുരം വീണ് 18 പേര് മരിച്ചു. പക്ഷെ ഞാൻ ഇന്ന് ജീവനോടിരിക്കുന്നു. അത് മാത്രമല്ല എൻ്റെ സാക്ഷ്യം. കർത്താവേ, ഞാൻ ജീവനോടിരിക്കുന്നത് ഫലം കായ്പാനാണ്. കഴിഞ്ഞ ദിവസം കേട്ട, എന്നെ വളരെ സ്പർശിച്ച ഒരു സംഭവം പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. വിനോദ് രാമചന്ദ്രൻ എന്ന് പറഞ്ഞ വളരെ പ്രസിദ്ധനായ ഒരു വേദശാസ്ത്രജ്ഞനുണ്ട്. വിനോദ് രാമചന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ ഒരുപാട് ആർട്ടിക്കിൾസും ഒക്കെ ഗൂഗിളിലൊക്കെ നമുക്ക് കിട്ടും. അദ്ദേഹത്തിൻ്റെ വൈഫ് ക്യാൻസർ പിടിപെട്ടു.
ക്യാൻസർ പിടിപെട്ട് 4th സ്റ്റേജ് ഒക്കെ ആയി ഒരു ഹീലിംഗിന്റെ സാധ്യത ഇല്ലാഞ്ഞപ്പോ അനേകർ ചുറ്റും നിന്ന് പറഞ്ഞു, അയ്യോ ഇത് ഭയങ്കരമായി പോയല്ലോ. വിനോദ് രാമചന്ദ്രൻ എന്ന പ്രസിദ്ധനായ വേദശാസ്ത്രജ്ഞന്റെ വൈഫിന് ക്യാൻസറായി, ഇതെന്താ ഇനി എങ്ങനെയാ മുമ്പോട്ട് പോകുന്നത്, ഭയങ്കര ഒരു പ്രയാസമായല്ലോ. ഓരോ ദിവസം കഴിയുന്തോറും ഹെൽത്ത് ഡിറ്റീരിയോറേറ്റ് ചെയ്യുകയാണ്. മെഡിസിൻ വർക്ക് ചെയ്യുന്നില്ല, കീമോയ്ക്കുള്ള സാധ്യതയില്ല, ഡിറ്റീരിയോറേറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ലാസ്റ്റിൽ ഈ വൈഫ് പ്രസംഗിച്ച പ്രസംഗത്തിന്റെ തലവാചകം വൈ നോട്ട് മീ എന്നായിരുന്നു. എന്തോ വൈ നോട്ട് മീ എന്ന് പറഞ്ഞാൽ, സാധാരണ സഫറിങ് വരുമ്പോ എന്താ നമ്മുടെ ചോദ്യം? വൈ മീ, വൈ മീ. കർത്താവേ, ആ ഗോപുരം വീണ് അവരെല്ലാം മരിച്ചു, അതുവല്ല നമ്മുടെ മേൽ വീണ വൈ മീ, വൈ മീ, ഐ ഡോണ്ട് ഡിസേർവ് ദിസ് എന്നാ ചിന്തിക്കുന്നത്. ഭക്തനായ മനുഷ്യന്റെ വൈഫ് പറയുകയാണ് വൈ നോട്ട് മീ. മറ്റെല്ലാവർക്കും വരുന്നു, എന്റെ സമയം കഴിഞ്ഞു കാണും, വൈ നോട്ട് മീ, എനിക്കെന്തെങ്കിലും ശ്രേഷ്ഠതയുണ്ടോ? ഇല്ലല്ലോ. ഇത് വരാതെ ഇരുന്നത്, നമ്മൾ വൈ നോട്ട് മീ പറയാതെ ഇരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണെന്ന്. നമ്മൾക്കെല്ലാ അനുകൂല സാഹചര്യവും നൽകി തരുന്നത്, മാറാരോഗം പിടിപെടാതിരിക്കുന്നത്, ഇനിയും പിടിപെട്ടിട്ടും ജീവനോടിരിക്കുന്നത് ഒറ്റ കാരണമേ ഉള്ളൂ, ഫലം വരണം, ഫലം. ഞാൻ സാധാരണ ചിന്തിക്കുന്നത്, ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറയാം, മാതാവില്ലെങ്കിലും കുഞ്ഞുങ്ങൾ വളരും, ഫാദർ ഇല്ലെങ്കിലും കുഞ്ഞുങ്ങൾ വളരും, ഹസ്ബൻഡ് ഇല്ലെങ്കിലും വൈഫ് പിന്നെയും മുമ്പോട്ട് പോകും, വൈഫ് ഇല്ലെങ്കിലും ഹസ്ബൻഡ് മുമ്പോട്ട് പോകും. പക്ഷേ ദൈവത്തിന് നമ്മളെ കൊണ്ടുള്ള ഉദ്ദേശം നിവർത്തിപ്പാൻ വേറെ ആരും വരത്തില്ല. ദൈവത്തിന് നമ്മളെ പ്ലാൻ ചെയ്തതിന്റെ പിമ്പിൽ ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ അത് എന്നിലൂടെ നിവർത്തിക്കണമേ എന്ന് എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച്, എല്ലാവരും പ്രാർത്ഥിച്ച്, കർത്താവേ, ഈ 2023 എന്നെ ഫലം കായ്ക്കാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഫലം കായ്ക്കുന്ന ഒരു വർഷമാക്കി ദൈവം അനുഗ്രഹിച്ച് നൽകണമേ. എൻ്റെ എല്ലാ വിധത്തിലുള്ള സെൽഫ് കണ്ടന്റ്മെന്റ്, ഞാൻ എന്തോ ആയി, ഞാൻ ചിലതൊക്കെ ചെയ്യുന്നു, അങ്ങനെയുള്ള അതൃപ്തി എന്നിൽ നിന്ന് മാറ്റി ഉടമസ്ഥൻ എന്നെ കൊണ്ട് ഉദ്ദേശിച്ചതുപോലെ, തോട്ടക്കാരൻ ഈ ചെയ്യുന്നതെല്ലാം കാണാത്തവനെ പോലെയല്ല, അതിൽ നിന്ന് ആ ഉണർവ് ഉൾക്കൊണ്ടുകൊണ്ട് ഫലം കായ്പാൻ ദൈവസന്നിധിയിൽ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് ഏവരെയും സമൃദ്ധിയായിട്ട് ഈ വർഷം അനുഗ്രഹിക്കുമാറാകട്ടെ.